عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദിൽ കഴിഞ്ഞ ബാബ് നമ്മൾ തമീമത്തും അതുപോലെ റുഖിയ അതുപോലെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പറഞ്ഞത്. അഥവാ അതിൽ ശിർക്ക് വരുന്ന ഭാഗങ്ങൾ, അതിൻ്റെ ഗൗരവവും എന്നീ കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത ബാബ്, ബാബു മൻ തബറക ബിശജറത്തിൻ ഔ ഹജറിൻ നഹ്വിഹിമ. മരത്തിൽ നിന്നോ അതല്ലെങ്കിൽ കല്ലിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ബറക്കത്ത് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു കല്ലോ മരമോ അതിൽ നിന്ന് പ്രത്യേകമായ ഗുണങ്ങൾ നമുക്ക് അതിലെന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകും, ഗുണമുണ്ടാകും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ബറക്കത്ത് എടുക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് ഷിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെയും അതുപോലെ ഖുർആനിലെ ആയത്തുകളിൽ നിന്ന് തന്നെയും നമുക്കത് മനസ്സിലാക്കാം. കാരണം മക്കയിലെ മുശ്രിക്കീങ്ങളിൽ ഈ ഒരു തരത്തിലുള്ള കാര്യമുണ്ടായിരുന്നു. അത് പ്രത്യേകമായിട്ട് കണക്കാക്കുന്ന വൃക്ഷം, അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കല്ല് അല്ലെങ്കിൽ മരണപ്പെട്ട സ്വാലിഹീങ്ങളായ ആളുകളുടെ ഖബറ്, അതിൽ നിന്നെല്ലാം ആ ഖബറിൻ്റെ അടുത്തുള്ള എന്തെങ്കിലും വസ്തുക്കൾ, മണ്ണോ അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ബറക്കത്തെടുക്കാൻ എന്ന പേരിൽ അവയെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഈ ബാബിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് സൂറത്തു നജ്മിലെ ആയത്തുകളാണ്. സൂറത്തു നജ്മിലെ 19 മുതൽ 23 വരെയുള്ള ആയത്തുകളാണ്. വഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ. ലാത്തയെയും ഉസ്സയെയും കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വമനാത്ത സാലിസത്തുൽ ഉഖ്റ. അതുപോലെ തന്നെ മനാത്ത്, മൂന്നാമതായി മനാത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതെല്ലാം മുശ്രിക്കീങ്ങൾ ആരാധിച്ചിരുന്ന, ഇബാദത്ത് ചെയ്തിരുന്ന ഇലാഹുകളാണ്. ഇതിൽ അല്ലാത്ത എന്നുള്ളത് അറിയപ്പെടുന്ന അഭിപ്രായം, മുമ്പ് മുശ്രിക്കീങ്ങൾക്ക് അവരുടെ തലമുറകൾക്ക് മുമ്പ് ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ഭക്ഷണവും അതുപോലെ പാനീയങ്ങളും സവീഖ് പോലെയുള്ളതെല്ലാം ഉണ്ടാക്കി നൽകിയിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തി മരണപ്പെട്ടപ്പോൾ ആ വ്യക്തിയുടെ ഖബറിന്റെ അടുക്കൽ അവർ ഒരു കല്ലിനെ സ്ഥാപിക്കുകയും രൂപം കുത്തിയുണ്ടാക്കുകയും ചെയ്തിട്ടുള്ളതാണ് അല്ലാത്ത എന്നുള്ളത് കാണാം. ഉസ്സ എന്നുള്ളത് ഒരു വൃക്ഷമാണ്. മക്കയുടെയും ത്വായിഫിന്റെയും ഇടയിലായിട്ടുള്ള പ്രദേശത്തുണ്ടായിരുന്ന ഒരു വൃക്ഷമാണ് ഉസ്സ എന്നുള്ളത്. അതിൽ നിന്ന് ഉപകാരം ഉണ്ടാകും, നേട്ടങ്ങൾ ഉണ്ടാകും എന്ന നിലക്ക് മക്കയിലെ മുശ്രിക്കീങ്ങൾ പലതരത്തിലുള്ള ആരാധനാ കാര്യങ്ങളും ഈ ബർക്കത്ത് എടുക്കുന്ന പോലെ കാര്യങ്ങളും ഉണ്ടായിരുന്നു. മനാത്ത് എന്നുള്ളത് വേറെ ഒരു വിഗ്രഹമാണ്. പിന്നെ മക്കയുടെയും മദീനയുടെയും ഇടയിലുണ്ടായിരുന്ന ഒരു കൊത്തിയുണ്ടാക്കിയിട്ടുള്ള കല്ലിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള വിഗ്രഹമാണ് മനാത്ത് എന്നും കാണാം. അപ്പോൾ മൂന്നും മുശ്രിക്കീങ്ങളുടെ ഇലാഹുകളാണ്. അലകുമുദ്ദക്കറു വലഹുൽ ഉൻസ. ഇത് അള്ളാഹുവിനെ പറ്റി മുശ്രിക്കീങ്ങൾ ആരോപിച്ചിരുന്ന മറ്റൊരു ആരോപണമാണ്, അള്ളാഹുവിന് പെൺമക്കളാണുള്ളത് എന്നുള്ളത്. ഇവർക്ക് ആൺമക്കളും അള്ളാഹുവിന് പെൺമക്കളുമാണോ? തിൽക ഇദൻ ഖിസ്മത്തുൻ ദീസ. ഇത് മോശപ്പെട്ട ഒരു നൽകലാണ്, ഭാഗിക്കലാണ് എന്നുള്ളത്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. ഈ ലാത്ത, ഉസ്സ, മനാത്ത എന്നീ നിങ്ങൾ ആരാധിക്കുന്ന ഇലാഹുകൾ നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും കൂടി ഇട്ടിട്ടുള്ള കേവലം ചില പേരുകൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രമാണവും ഇവർ ഇലാഹുകളാണ് അല്ലെങ്കിൽ ഇവരെ ആരാധിക്കണം എന്ന നിലയ്ക്ക് അള്ളാഹുവിൽ നിന്നൊരു പ്രമാണവും ഇറങ്ങിയിട്ടില്ല. ഇൻ യത്തബിഊന ഇല്ല ദൻ വമാ തഹ്വൽ അൻഫുസ്. നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളെയും നിങ്ങളുടെ ഇച്ഛകളെയും മാത്രമാണ് പിൻപറ്റുന്നത്. അതാ അവർ മുശ്രിക്കീങ്ങൾ. വലഖദ് ജാഅഹും മിർ റബ്ബിഹിം അൽ ഹുദാ. അള്ളാഹുവിൽ നിന്ന് നേരായ മാർഗം വന്നെത്തിയിട്ടുണ്ട്.
ഈ ആയത്ത് ഈ ഒരു ബാബിന് കീഴിലായിട്ട് കൊടുക്കാനുള്ള കാരണം നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്. അല്ലാത്ത വൽ ഉസ്സ വ മനാത്ത് എന്ന് പറയുന്നതിൽ ഉസ്സ എന്നുള്ളത് വൃക്ഷമാണ്, അതുപോലെ മനാത്ത് എന്നുള്ളത് കല്ലാണ്. ഇവരിൽ നിന്നെല്ലാം ബറക്കത്തെടുക്കുക എന്ന നിലക്ക്, ബറക്കത്തെടുക്കുക എന്ന് മനസ്സിലായത് അതിൽ നിന്ന് ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് ആ കല്ലിനോ ആ മരത്തിനോ എന്തെങ്കിലും ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും, അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും എന്ന നിലക്ക് അവരുമായി തഅല്ലുഖാവുക. അപ്പോൾ ഈ ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മൂന്നാലൊരു കാര്യത്തിലാണ് കുടുങ്ങി കിടക്കുക. അതായത് ഇബാദത്തിന്റെ അർക്കാനുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള ഭയവും അള്ളാഹുവിലുള്ള പ്രതീക്ഷയും അള്ളാഹുവിനോടുള്ള സ്നേഹവുമാണ്. ഈ മൂന്ന് കാര്യത്തിൽ അള്ളാഹുവിനോട് തഅല്ലുഖ് ഉണ്ടാകുമ്പോൾ, ഏതൊരു വിഷയത്തിലും ഈ മൂന്ന് കാര്യത്തിൽ ഒരാളുടെ ഖൽബ് അള്ളാഹുമായി മാത്രം തഅല്ലുഖ് ആവുമ്പോൾ, ബന്ധമുണ്ടാകുമ്പോഴാണ് തൗഹീദ് പൂർണ്ണമാകുന്നത്. എന്നാൽ ഈ മൂന്ന് കാര്യത്തിൽ അള്ളാഹു അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു വസ്തുവിലോ വ്യക്തിയിലോ ഖൽബ് തഅല്ലുഖായി കഴിഞ്ഞാൽ അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതാണ് ശിർക്ക് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഈ മരവും കല്ലുമെല്ലാം ഒരു തരത്തിൽ ഗുണമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അവരിൽ വെക്കുകയും അത് പിന്നീട് ഇബാദത്തിന്റെ വ്യത്യസ്ത ഇനങ്ങളിലേക്കാണ് പോവുക. ചിലപ്പോ അവരുടെ എന്തെങ്കിലും വസ്തുക്കൾ, അവരുടെ കച്ചവട സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ മൃഗങ്ങളെയൊക്കെ മരത്തിൽ കെട്ടിയിടുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരത്തിന്റെ എന്തെങ്കിലും ഇലയോ കൊമ്പോ എടുത്തുകൊണ്ട് അത് സൂക്ഷിച്ചു വെച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഖബറാളികളുടെ ഖബറിന്റെ അടുക്കലുള്ള മണ്ണ് മറ്റും എടുത്തുകൊണ്ട് അത് എടുത്തു വെച്ചിട്ടായിരിക്കാം. അങ്ങനെ പല രീതിയിൽ ആ ബറക്കത്തെടുക്കുന്നത് മാറി ഇബാദത്തിന്റെ വേറെ പല രീതിയിലേക്കും അത് മാറിപ്പോയിട്ടുണ്ട്. ഇത് മുശ്രിക്കുകളുടെ കാലത്തുണ്ടായിരുന്നു. ആ ഇലാഹുകളെ അള്ളാഹു തആല പറയുന്നത് ഇത് വെറും നിങ്ങൾ പേരിട്ട് പറയുന്ന ആളുകളാണ്, അള്ളാഹു യാതൊരു പ്രമാണവും ഇറക്കിയിട്ടില്ല. അപ്പോ മുശ്രിക്കീങ്ങളുടെ മേലെ അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത് ശിർക്കാണ്, ശിർക്കുൻ അക്ബറാണ് എന്ന് അള്ളാഹു തന്നെ വ്യക്തമായി ഖുർആനിലൂടെ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാടുകളിൽ ഇസ്ലാം പേരുള്ള മുസ്ലിം പേരുള്ള എത്രയോ ആളുകൾ അവർ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അഊദു ബില്ലാഹ്. നമുക്കറിയാം, എത്രയോ ഖബറുകളിൽ പോയി ആ ഖബറിലെ മണ്ണും മറ്റുമെല്ലാം കോരിയെടുത്ത് അല്ലെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നവർ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വൃക്ഷങ്ങൾ, കല്ല്, അതിൽ നിന്നെല്ലാം ബർക്കത്തെടുക്കുന്ന വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ആളുകളെ കാണാൻ സാധിക്കും. അത് ശിർക്കുൻ അക്ബറാണ്, മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന കാര്യമാണ്. അപ്പൊ കല്ലിൽ നിന്നോ മരത്തിൽ നിന്നോ ഈ തരത്തിലുള്ള ബർക്കത്തെടുക്കുക എന്ന രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഷിർക്കുൻ അക്ബറാണ് എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. അടുത്തൊരു ഹദീസാണ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. عن أبي واقد الليثي قال അബു വാഖിദ് ലൈസി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ് ഈ സംഭവം പറയുന്നത്. خرجنا مع رسول الله صلى الله عليه وسلم إلى حنين. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹുനൈനിലേക്ക് പുറപ്പെട്ടു. വനഹ്നു ഹുദഫാഹു അഹ്ദിൻ ബികുഫ്രിൻ. കുഫറിൽ നിന്ന് പുതുതായി വന്നിട്ടുള്ള ആളുകളായിരുന്നു ഞങ്ങൾ, ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ആളുകളാണ്. ഹുനൈൻ യുദ്ധം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവസാന കാലത്തുണ്ടായ യുദ്ധമാണ്. മക്കം ഫതഹിന് ശേഷം ഉണ്ടായിട്ടുള്ള യുദ്ധമാണ് ഹുനൈൻ യുദ്ധം എന്നുള്ളത്. മക്കം ഫതഹ് നടന്നു. അവിടെ ഉണ്ടായിരുന്ന ധാരാളം ഗോത്രങ്ങൾ അവർ ഇസ്ലാം സ്വീകരിച്ചു. ഒരുപാട് ആളുകൾ, ഏകദേശം 12,000-ഓളം ആളുകൾ അന്ന് ഈ ഒരു ഹുനൈൻ യുദ്ധത്തിന് പോകുകയുണ്ടായിരുന്നു. ഹുനൈൻ യുദ്ധം എന്ന് പറഞ്ഞാൽ തായിഫിലെ തഖീഫ് ഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കീഴൊതുങ്ങാൻ തയ്യാറാകാതെ യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവരുടെ അടുക്കിലേക്ക് പോയ ആ യുദ്ധമാണ് ഹുനൈൻ യുദ്ധം എന്ന് പറയുന്നത്. ചരിത്രത്തിൽ വളരെ പ്രധാനമുള്ള ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു യുദ്ധമാണ് ഹുനൈൻ. കാരണം ഇത്രയും അധികം മുസ്ലിമുകളുടെ ഭാഗത്ത് ആളുണ്ടായിട്ടൊരു യുദ്ധം വേറെ നടന്നിട്ടില്ല. ഇത്രയും അധികം ആളുകൾ മുസ്ലിമീങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നു. അവരാണെങ്കിൽ കുറവാണ്, വളരെ കുറവ്, മുസ്ലിങ്ങളെക്കാൾ കുറവായിരുന്നു ശത്രുക്കൾ ഉണ്ടായിരുന്നു. എന്നിട്ടും മുസ്ലിമീങ്ങൾ ഒരു നിമിഷത്തേക്ക് ചിന്നിച്ചിതറി ഓടേണ്ടി വരുന്ന അവസ്ഥ ആ യുദ്ധത്തിന് ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു തആല ആ സംഭവത്തെ എടുത്തു പറഞ്ഞത്, നിങ്ങൾ ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ നിങ്ങൾക്ക് ഉജ്ബുണ്ടായി. നിങ്ങൾക്ക് ഇതിനു മുമ്പ് ബദറിലും അതുപോലെ മറ്റു പല സന്ദർഭങ്ങളിലും ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ആളുകളുടെ എണ്ണം കണ്ടപ്പോൾ ഉജ്ബ് കൂടിയതിന്റെ പേരിലാണ് ആ വിഷയം ഉണ്ടായത്. ഇവിടെ ഈ സംഭവത്തിൽ പറയുന്നത്, ഹുനൈൻ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ പുതുതായി, ഇപ്പൊ ഈ സഹാബി പ്രത്യേകം പറഞ്ഞതുപോലെ ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ധാരാളം ആളുകളുണ്ട് ആ കൂട്ടത്തിൽ. കാരണം മക്കം ഫത്ത് ആയപ്പോ ചില ആളുകൾ പേടിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചവരുണ്ട്, അറിഞ്ഞുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചവരുണ്ട്, സാമ്പത്തികവും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇസ്ലാം സ്വീകരിച്ചവരുണ്ട്. പല രീതിയിൽ ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ആളുകളാണ്
കൂടുതലായിട്ടും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വളരെ കൂടുതലുണ്ടായിരുന്നു, കൂടുതലായിട്ടല്ല വളരെ കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ അവർ ഹുനൈനിലേക്ക് പോകുന്ന വഴിക്ക് വലിൽ മുശ്രിക്കീന സിദ്റത്തുൻ യഅകുഫൂന ഇൻദഹാ വയനൂതൂന ബിഹാ അസ്ലിഹതഹും യുഖാലു ലഹാ ദാതു അൻവാറ്റ്. മുശ്രിക്കീങ്ങൾക്ക് ഇവർ യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ അതിന്റെ ഇടയിലായിക്കൊണ്ട് മുശ്രിക്കീങ്ങൾക്ക് ഒരു സിദ്റ, ഒരു വൃക്ഷമുണ്ടായിരുന്നു, സിദ്റിന്റെ വൃക്ഷമുണ്ടായിരുന്നു. ആ വൃക്ഷത്തെ മുശ്രിക്കീങ്ങൾ ബറക്കത്തെടുക്കുക എന്ന നിലക്ക് അവർ അതിന് ചുറ്റും ഇഅ്തികാഫ് അഥവാ അതിനു ചുറ്റും ഭജനമിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ യുദ്ധത്തിനോ മറ്റോ ഒക്കെ പോകുമ്പോൾ അവരുടെ വാളൊക്കെ ആ മരത്തിൽ കുറച്ചു നേരം തൂക്കിയിട്ട് അതിൽ നിന്ന് ബറക്കത്തുണ്ടാകും, അതുകൊണ്ട് യുദ്ധം ജയിക്കാൻ പറ്റും, ഉപകാരം കൂടുതൽ ഉണ്ടാവും നിലക്ക് ചെയ്യാറുള്ള ആളുകളായിരുന്നു മുശ്രിക്ക്. അങ്ങനെ ഒരു വൃക്ഷം അവർക്ക് ഉണ്ടായിരുന്നു. അതിനവർ ദാതു അൻവാത്ത്, തൂക്കിയിടുന്ന വാളുകളെല്ലാം തൂക്കിയിടുന്ന വൃക്ഷം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഫമറർന ബിസിദ്റത്തിൻ. അങ്ങനെ ഈ സഹാബികൾ പുതുതായി ഇസ്ലാമിലേക്ക് സ്വീകരിച്ച് ഈ സംഘം പോകുന്ന സമയത്ത് ഒരു വൃക്ഷത്തിന്റെ അടുക്കലൂടെ പോയ സമയത്ത് ഫഖുൽന, ഈ സഹാബി വരെ ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. മക്കയിലും ആ മുശ്രിക്കീങ്ങൾക്ക്, ആ കൂട്ടർക്ക് ഇതുപോലെ ഒരു വൃക്ഷമുള്ളതുപോലെ, ബർക്കത്തെടുക്കാനും വാളുകൾ തൂക്കിയിടാനും ഒക്കെ ഒരു വൃക്ഷമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു സിദ്റിന്റെ വൃക്ഷം, ഇത് ഒരു വൃക്ഷം കണ്ടപ്പോ ഞങ്ങൾക്കും ഇതുപോലെ ഒന്ന് ആക്കി തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. പുതുതായി ഇസ്ലാം സ്വീകരിച്ച, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളാണ് അവർ. ഈ കുറഞ്ഞ സഹാബികൾ അങ്ങനെ ആവശ്യപ്പെട്ടു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അല്ലാഹുവാണ് വലിയവൻ. ചില റിവായത്തിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധൻ. ഇന്നഹാ അസ്തുനൻ, എന്നിട്ട് പറഞ്ഞു ഇത് മുൻഗാമികളുടെ മാതൃകയുള്ള കാര്യമാണ്, അഥവാ ജൂതനസാറാക്കളുടെ മാതൃകയുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഖുൽതും വല്ലദീ നഫ്സി ബിയദിഹി, നിങ്ങൾ ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ, അല്ലാഹുവാണ് സത്യം. കമാ ഖാലത് ബനൂ ഇസ്രായീല ലിമൂസ അലൈഹിസ്സലാം, ബനൂ ഇസ്രായേലുകാർ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ ഒരു വാക്കാണിത്. ഏതുപോലെയാണ് ബനൂ ഇസ്രായേലുകാർ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ വാക്ക് പോലെയുള്ള ഒരു വാക്കാണ് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ള ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ. ബനൂ ഇസ്രായേലുകൾ ഇസ്ലാം എല്ലാം സ്വീകരിച്ച് മുസ്ലിങ്ങളായി വന്ന മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് മൂസാ നബി അലൈഹി സ്വലാമിനെ പിൻപറ്റി വന്ന സന്ദർഭത്തിൽ അവരും പുതുതായി വന്ന ഇസ്ലാമിലേക്ക് വന്ന ആളുകളായി ജീവിക്കുന്ന കാലത്ത് മുശ്രിക്കീങ്ങൾക്ക് കൂട്ടത്തിൽ അവർക്ക് ഇലാഹുകളെ കണ്ടപ്പോൾ അവർ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ആരാധിക്കാൻ ഈ വസ്തുക്കളൊക്കെ ഉള്ള പോലെ ഞങ്ങൾക്കും ഒരു വിഗ്രഹത്തെയോ ഒരു വസ്തുവിനെയൊക്കെ ആക്കിത്തരണം എന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് ആര് പറഞ്ഞു? ബനൂ ഇസ്രായേലുകൾ പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാം മറുപടി പറഞ്ഞു, ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ അറിവില്ലാത്ത ഒരു കൂട്ടരാണ് എന്ന് പറഞ്ഞു. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിനോട് ആ ഖൗമ് പറഞ്ഞ വാക്ക് ഞങ്ങൾക്ക് അവരെ പോലെ ഒരു ഇലാഹിനെ ആക്കിത്തരണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഒരു വൃക്ഷത്തെ, ബറക്കത്തെടുക്കാൻ ഒരു വൃക്ഷത്തെ ആക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ പുതുതായി വന്ന ഇസ്ലാമിലേക്ക് വന്ന ഈ തുടക്കക്കാരായ സ്വഹാബികളോടും എന്ത് വാക്കാണ് പറഞ്ഞത്? ഈ വാക്ക് മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞ വാക്കാണെന്ന് പറഞ്ഞു, അതുപോലെയുള്ള വാക്കാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ആലോചിച്ച് നോക്കി. അപ്പൊ പല ആളുകളും ഈ ബറക്കത്തെടുക്കുന്നത് അത് ശിർക്കൊന്നല്ല, ഒരു നല്ല കാര്യമല്ലേ, നമ്മൾ ആരാധിക്കുന്നൊന്നുമില്ല, നമ്മൾ ഇങ്ങനെ എടുക്കുന്ന കാര്യമല്ലേ എന്ന നിലക്ക് മാത്രമേ അവർ പറയുന്നത്, ഇത് ചെയ്യുന്ന ആളുകൾ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബി പറഞ്ഞ ഇതുപോലൊരു വൃക്ഷം, ബറക്കത്തെടുക്കാൻ ഒരു വൃക്ഷം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ താരതമ്യം ചെയ്ത് ഉപമയായിട്ട് പറഞ്ഞത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമ് ഞങ്ങൾക്കൊരു ഇലാഹിനെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാധിക്കപ്പെടുന്നതാണ് ഇലാഹ് എന്ന് പറയുന്നത്. അപ്പോ അത് ഇബാദത്താണ്, അത് ശിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതർകബുന്ന സനന മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളുടെ പാത നിങ്ങൾ അതുപോലെ തന്നെ പിൻപറ്റുകയാണ്, അത് തുടരുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. അഥവാ ജൂതനസാറാക്കളിലും അവരിലെല്ലാം ശിർക്ക് കടന്നുകൂടിയ ഒരു മാർഗമാണ് ഈ തബറുക്ക് എന്നുള്ളത്. ബറക്കത്തെടുക്കുക എന്ന പേരിൽ സാലിഹ്യങ്ങളുടെ ഖബറാവട്ടെ, എന്തെങ്കിലും വൃക്ഷമാവട്ടെ, എന്തെങ്കിലും കല്ലാവട്ടെ, അതിനെല്ലാം ആ രീതിയിൽ പരിഗണിച്ചു എന്നുള്ളത്. ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഹദീസ് ശരിക്കൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഷിർക്കിന്റെ നിരർത്ഥകത ഇന്ന് ആളുകൾക്കിടയിലുള്ള ധാരാളം
ആ ശിർക്കൻ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കാൻ ഈ ഒരു ഹദീസ് മനസ്സിലാക്കിയാൽ മതി. കാരണം അവിടെ ആ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത്, അവർ അതിനെ ആ രീതിയിൽ ബറക്കത്തെടുക്കാൻ വേണ്ടി ഒരു വസ്തുവായിട്ട് ആ വൃക്ഷത്തെ എടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇലാഹിനെ ചോദിക്കുകയാണെന്ന്. അപ്പോ അത് ശിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തെ സഹാബികളെ അറിയിക്കുക. എന്നാൽ ഇവിടെ ഒരു കാര്യം എന്താണ്, അപ്പൊ ഈ സഹാബി അവിടെ ആവശ്യപ്പെട്ടത് ശിർക്കായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കിന്റെ മേലെ എടുക്കുന്ന നടപടി ഈ സഹാബിയുടെ മേലെയോ അല്ലെങ്കിൽ പുതുതായി വന്ന സഹാബികളുടെ മേലെ എടുക്കാത്തത്? കാരണം അവർക്ക് അതിനെക്കുറിച്ച് എന്തില്ല, അറിവില്ല. അൽ ഉദ്ർ ബിൽ ജഹൽ, ജഹലിന്റെ മേലെയുള്ള ഉദ്ർ നൽകപ്പെടാൻ കാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവർ. അവർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇസ്ലാമിലേക്ക് പുതുതായി വന്നിട്ടുള്ളൂ, അവർ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ, ഇസ്ലാമിന്റെ കാര്യങ്ങൾ അവർ പഠിക്കുന്നതേ ഉള്ളൂ. അപ്പോ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ പറഞ്ഞ വാക്ക് ശിർക്കിന്റെ വാക്കായിട്ടും ഒരു താക്കീത് നൽകി പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമായിട്ട് അവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം ചരിത്രത്തിൽ സഹിയായിക്കൊണ്ട് തിർമിദി എല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഈ ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇന്ന് കാലത്തെ ധാരാളം ശിർക്കൻ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കാൻ ഈ ഹദീസ് മനസ്സിലാക്കിയാൽ, ചിന്തിച്ചാൽ, ജാറങ്ങളിലും അതുപോലെ തന്നെ ചില വൃക്ഷങ്ങളുടെ അടുക്കലും ചില കല്ലുകളുടെ അടുക്കലും പോകുന്നതൊക്കെ ആളുകൾക്ക് അത് തെറ്റാണ്, അത് ശിർക്കാണ്, അത് ശരിയല്ല, അത് അതിനെ ഇലാഹായി കാണലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് സഹാബികൾ വളരെയധികം ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഈ തരത്തിലുള്ള ബർക്കത്തെടുക്കൽ. ഇപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ചില ആളുകൾ ഹുദൈബിയ സന്ധി നടന്ന സ്ഥലത്ത് ഒരു വൃക്ഷത്തിന്റെ ചോട്ടിലാണ് ബൈഅത്ത് ചെയ്തത് എന്ന് കാണാം. ഖുർആനിലെ ആയത്തുകളിൽ തന്നെ കാണാം തഹ്ത ഷജറ എന്നുള്ളത്. ആ വൃക്ഷത്തിന്റെ അടുക്കൽ ആളുകൾ അവിടെ പ്രത്യേകമായി പോയി നിസ്കരിക്കാനും അവിടെയെല്ലാം ഇരിക്കാനും തുടങ്ങി എന്നറിഞ്ഞപ്പോൾ ആ മരം മുറിച്ചു കളയാൻ പറഞ്ഞു. പിന്നീടും പല സന്ദർഭങ്ങളിലും ആളുകൾ ഇതുപോലെ ചില വൃക്ഷങ്ങളുടെ അടുക്കൽ കൂടുന്നുണ്ട് എന്നെല്ലാം അറിഞ്ഞാൽ ആ വൃക്ഷമെല്ലാം മുറിച്ചു കളയാൻ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തും അത് പിന്നീടുള്ള പല ഖലീഫമാരുടെ കാലത്തും ഉണ്ടായ സംഭവങ്ങൾ കാണാം. അപ്പോൾ ആളുകളിൽ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ ബറക്കത്തെടുക്കുക എന്ന പേരിൽ ശിർക്ക് സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ബറക്കത്തെടുക്കുക എന്നുള്ളത് അത് ഇതുപോലെയുള്ള ഈ വസ്തുക്കൾ, അത് എന്തോ ആവട്ടെ, കല്ലാവട്ടെ, വൃക്ഷമാവട്ടെ, സ്വാലിഹുകളുടെ ഖബറാവട്ടെ, അത് ഷിർക്കാണ്, ഷിർക്കുൻ അക്ബറാണ്. ഈ ബാബിൽ ഇമാം സഅദി റഹിമഹുള്ളയുടെ ഷർഹി ബാബിൽ ഈ ആയത്തും ഹദീസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇമാം സഅദി റഹിമഹുള്ളയുടെ ഷർഹിൽ പറയുന്ന കാര്യങ്ങളാണ് അടുത്തത് വായിക്കുന്നത്. ഇമാം സഅദി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ ഖൗലു സദീദ് എന്നുള്ള കിതാബ് തൗഹീദിന്റെ ഷർഹിൽ ബാബു മൻ തബറക ബിശജരിൻ ഔ ഹജരിൻ ഔ ഗൈരിഹിമാ എന്നുള്ളതിൽ പറയുന്നു, ഐ ഫഇന്ന ദാലിക മിനശ് ശിർക്കി വമിൻ അഅ്മാലിൽ മുശ്രിക്കീൻ. അഥവാ ഇതുകൊണ്ട് ഉദ്ദേശം ഈ ബറക്കത്തെടുക്കുക, കല്ലിൽ നിന്നോ മരത്തിൽ നിന്നോ ബറക്കത്തെടുക്കുക എന്നുള്ളത് ഷിർക്കാണ്, മുശ്രിക്കീങ്ങളുടെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. فإن العلماء اتفقوا على أنه لا يشرع التبرك بشيء من الأشجار والأحجار والبقع والمشاهد وغيرهما. ഉലമാക്കൾ ഇത്തിഫാഖുള്ള ഒരു കാര്യമാണ് ഈ ബറക്കത്തെടുക്കുക എന്നുള്ളത്. അത് കല്ലിൽ നിന്നോ മരത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്രത്യേകം പുണ്യപ്രദേശങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിൽ നിന്നാണെങ്കിലും അത് ശരിയല്ല, അത് ദീനിൽ പഠിപ്പിച്ചിട്ടില്ല എന്നത്. ഈ ബറക്കത്തെടുക്കുക എന്നുള്ളത് ഏത് കാര്യമാണോ അതിൽ പരിധി ലംഘിക്കുന്ന ഗുലൂവാണ്. അത് എത്തിച്ചേരുന്നത് അതിനെ ഇബാദത്ത് ചെയ്യുന്ന, അതിനോട് ദുആ ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് പിന്നീട് എത്തിച്ചേരുന്നത്. വഹാദാ ഹുവ ശിർക്കുൽ അക്ബർ, അത് ശിർക്കുൽ അക്ബർ ആണ്. കമാ തഖദ്ദമ ഇന്തിബാഖുൽ ഹദ്ദ് അലൈഹി, ശിർക്കിന്റെ പരിധി എന്താണെന്ന് നമ്മൾ മുമ്പത്തെ ചില ബാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വഹാദാ ആമുൻ ഫീ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും ബാധകമായിട്ടുള്ള കാര്യമാണത്. ഏതൊരു കാര്യത്തിൽ നിന്നും ഇതുപോലെ ബറക്കത്തെടുക്കുന്നതിൽ പെട്ട കാര്യമാണത്. ഹത്താ മഖാമ ഇബ്രാഹിം വഹുജ്റത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതൊക്കെ പെട്ടു? മഖാം ഇബ്രാഹിം ആവട്ടെ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താമസിച്ചിരുന്ന വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ വസഖറത്ത് ബൈത്തുൽ മഖ്ദിസിന്റെ അടുത്തുള്ള കല്ലാവട്ടെ, വഗൈരിഹാ മിനൽ ബുഖഇൽ ഫാദില, ശ്രേഷ്ഠമായിട്ടുള്ള പുണ്യമായിട്ടുള്ള ഏത് പ്രദേശമാണെങ്കിലും അതിൽ നിന്നെല്ലാം ഇതുപോലെ ബറക്കത്തെടുക്കുക എന്നതൊക്കെ ഇതിൽപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ മക്കയിലും ഒക്കെ ചെന്നു കഴിഞ്ഞാൽ ആളുകൾ ചെയ്യുന്നത് കാണാം. പിന്നെ മഖാം ഇബ്രാഹിം
അതിന്റെ അടുക്കൽ അവർ അതിനെ ചുംബിക്കുന്നു, അതിൽ നിന്ന് എന്തൊക്കെയോ അവർ ചെയ്യുന്ന കാണാം. നമുക്ക് അത്ഭുതം തോന്നും. കാരണം അത്രയും ഒരു വിഗ്രഹാരാധന അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും വസ്തുക്കളോട് ഒരു താല്പര്യം ആളുകൾക്കിടയിൽ എങ്ങനെ ഉണ്ടാവുന്നത് അല്ലാഹു അലം. അവർ അതിൽ നിന്ന് എന്തെല്ലോ പ്രതീക്ഷിക്കുന്ന പോലെയാണ് ആളുകൾ അതിൽ നിന്ന് ചെയ്യാറുള്ളത്. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കുമ്പോൾ തന്നെ അതിനെ സ്പർശിക്കുന്നതോ അതിനെ ചുംബിക്കുന്നതോ അല്ലെങ്കിൽ അതുമായിട്ട് അടുക്കുന്നതെല്ലാം ഉമർ റളിയല്ലാഹു ശക്തമായി ഗൗരവത്തിൽ താക്കീത് ചെയ്തിരുന്നതായിട്ട് ഉലമാക്കൾ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ. കാരണം ഉമർ റളിയല്ലാഹു വളരെ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം, ശിർക്കിലേക്ക് എത്തുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കണ്ടാൽ തന്നെ ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് അതിനെ ശക്തമായി ഉടനെ തന്നെ തടയുമായിരുന്നു. അപ്പൊ അന്ന് മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് സ്പർശിക്കുന്നതെല്ലാം മാറ്റി നിർത്താറുണ്ടായിരുന്നു. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, വമസ്തലാമുൽ ഹജറുൽ അസ്വദ് وتقبيله واستلام ركن اليماني من الكعبة المشرفة فهذا عبودية لله. എന്നാൽ ഹജറുൽ അസ്വദിനെ അതിനെ സ്പർശിക്കുന്നതും അല്ലെങ്കിൽ അതിനെ ചുംബിക്കുന്നതും റുക്നുൽ യമാനി ഹജറുൽ അസ്വദിന്റെ ഭാഗത്തിന് മുമ്പുള്ള കഅബയുടെ കോണ് അവിടെ തവാഫിന്റെ സമയത്ത് അതിനെ സ്പർശിക്കും. അതിനെ സ്പർശിക്കുന്നത് എല്ലാം അള്ളാഹുവിനുള്ള ഉബൂദിയത്താണ്. അള്ളാഹുവിനുള്ള ഉബൂദിയത്താണ് യഥാർത്ഥത്തിൽ. എന്താണ് കാരണം? ഉബൂദിയത്തുൻ ലില്ലാഹ് വതഅലീമുൻ ലില്ലാഹ് വഖുദൂഉൻ ലിഅളമതിഹി ഫഹുവ റൂഹുത് തഅബ്ബുദ്. അത് ഇബാദത്തിന്റെ ഭാഗമായി കൊണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനും അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ കാര്യത്തെ മനസ്സിലാക്കാൻ പല ആളുകളും, ഇസ്ലാമിനെ മനസ്സിലാക്കാത്ത ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് മുസ്ലിമീങ്ങൾ ആരാധിക്കുന്നത് ഹജറുൽ അസ്വദിനെയാണ്. അഊദു ബില്ലാഹ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മുശ്രിക്കുകളുടെ ഇടയിലുണ്ട്. മുശ്രിക്കുകളുടെ ഇടയിലൊരു ധാരണയുണ്ട്, മുസ്ലിമീങ്ങൾ ആരാധിക്കുന്നത് ഹജറുൽ അസ്വദിനെയാണ് അല്ലെങ്കിൽ കഅബയുടെ ഉള്ളിലുള്ള ഒരു കല്ലിനെയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന മുശ്രിക്കുകളുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ എന്താണ് സത്യം? ഉമർ റളിയല്ലാഹുവിന്റെ വാക്കാണ്. ഉമർ റളിയല്ലാഹു ഹജറുൽ അസ്വദിനെ ചുംബിച്ചിട്ട് പറഞ്ഞ വാക്കെന്താണ്? നീ ഒരു ഗുണവും ദോഷവും വരുത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് കണ്ടുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റുകയും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവിടെ അവിടെ ഇബാദത്ത്. അത് ഇബാദത്താണ്, അള്ളാഹുവിനുള്ള അനുസരണമാണ്. അല്ലാതെ ഈ ഒരു കല്ലിനോടുള്ള ഒരു ഇബാദത്തുമല്ല. അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലെന്താ? അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചു, അതിൽ പിന്നെ ഹറാമോ ശിർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഫഹാദാ തഅലീമു ലിൽ ഖാലിഖ് വതഅബ്ബുദു ലഹു. ഇത് അള്ളാഹുവിനോടുള്ള അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലും അള്ളാഹുവിനുള്ള ഇബാദത്തുമാണ്. വദാക തഅലീമു ലിൽ മഖ്ലൂഖ് വതഅല്ലുഹു ലഹു. അല്ലാതെയുള്ള കാര്യങ്ങളെ, അല്ലാതെയുള്ള കല്ലിൽ നിന്നോ മരത്തുനിന്നോ ഈ ബറക്കത്ത് എടുക്കുന്ന കാര്യങ്ങളുമെല്ലാം സൃഷ്ടികളോട് കാണിക്കുന്ന അതിനെ മഹത്വപ്പെടുത്തുന്നതും അതിനോടുള്ള ഇബാദത്തുമാണ്. فالبرق بين الأمرين كالفرق بين الدعاء لله الذي هو إخلاص وتوحيد ودعاء للمخلوق الذي هو شرك وتنديد. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അള്ളാഹുവിനെ മാത്രം ദുആ ചെയ്യുന്ന ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന ഇബാദത്ത് പോലെയാണ് അള്ളാഹു പറഞ്ഞതിനെ അനുസരിച്ച് ചെയ്യുന്നു എന്നുള്ളത്. അതല്ലാതെയുള്ള ഈ കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ഒന്നിനെ ദുആ ചെയ്ത് ശിർക്ക് ചെയ്യുന്നത് പോലെയാണ് എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുകയാണ്. അപ്പോ തബറുക്ക് എടുക്കുക, ബർക്കത്ത് എടുക്കുക എന്ന നിലക്ക് ഇതുപോലെ കല്ലിൽ നിന്നോ മരത്തിൽ നിന്നോ എല്ലാം ഗുണങ്ങൾ പ്രതീക്ഷിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അത് ശിർക്കാണ് എന്ന് ഈ ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കാം. അടുത്ത ബാബു മാ ജാഅ ഫി ദബ്ഹി ലിഗൈരില്ലാഹ്. അല്ലാഹു അല്ലാത്തവർക്ക് അറവ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. അറവ് നടത്തുക എന്നുള്ളത്, ഇതിന് മൃഗത്തെ അറുക്കുക, അത് അള്ളാഹു അല്ലാത്തവർക്ക് അറുക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത ബാബ്. ഖൗലില്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. സൂറത്തുൽ അൻആമിലെ 162-163 ആയത്തുകളാണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ഇന്ന സ്വലാത്തി, തീർച്ചയായും എന്റെ നിസ്കാരം, വനുസുക്കി, എന്റെ നുസുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്റെ അറവുകൾ, വമഹ്യായ, എന്റെ ജീവിതത്തിന്റെ തുടക്കവും ആരംഭവും മുഴുവൻ, വമമാതി, അതുപോലെ എന്റെ മരണം, ഞാൻ ഏതൊന്നിലാണോ മരിക്കുന്നത് അതെല്ലാം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് വേണ്ടിയാണ്.
ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരുമില്ല. വബിദാലിക ഉമിർതു, അതാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വ അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാണ് എന്ന് പറയാൻ പറഞ്ഞു. ഇവിടെ ഈ ആയത്തിൽ വ്യക്തമായി തന്നെ നുസുക്ക് എന്നുള്ള വാക്കിന് അറവ് എന്നാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ സീനിന് സുക്കൂനിട്ട് പറയുമ്പോൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നുള്ള വാക്കിലും പറയാറുണ്ട്. നുസ്ക് എന്നുള്ളത് ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് പറയാറുണ്ട്. സീനിന് ലമ്മിട്ട് പറയുമ്പോൾ അതിനെ അറവ് എന്നുള്ള അർത്ഥത്തിലാണ് അറബിയിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അറവ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സാമീപ്യം പ്രതീക്ഷിച്ച്, തഖർറുബ് പ്രതീക്ഷിച്ച്, അയാളിനോട് അടുപ്പം പ്രതീക്ഷിച്ച് ചെയ്യുന്ന അറവാണ് ഇവിടെ ദബഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെയും മനുഷ്യന്മാർ അറവ് നടത്തും. ഇപ്പോൾ ഒരാൾ അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടി ഒരു മൃഗത്തെ, ഏതെങ്കിലും ഒരു മൃഗത്തെ, കന്നുകാലികളോ അല്ലെങ്കിൽ കോഴിയോ എന്തെങ്കിലും പക്ഷിയോ എന്താവട്ടെ കഴിക്കാൻ പറ്റുന്ന അതിനെ അറുത്തു അത് അനുവദനീയമാണ്, നല്ല പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അല്ലെങ്കിൽ കുടുംബത്തിനോ അല്ലെങ്കിൽ പാവങ്ങൾക്ക് ദാനധർമ്മമായി നൽകാൻ ഏതെങ്കിലും കന്നുകാലിയെ അറുത്തുകൊണ്ട് മാംസം നൽകിയെന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടി ഒരാൾ അറുത്ത് വിൽക്കാൻ വേണ്ടി അറുത്തു എന്ന് വിചാരിക്കുക. അതൊന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ആർക്കെങ്കിലും വേണ്ടി അറവ് നടത്തുന്ന, ഇന്ന ആൾക്ക് വേണ്ടി, അയാളുടെ തൃപ്തിക്ക് വേണ്ടി, അയാളോട് സാമീപ്യം നേടാൻ വേണ്ടി, അയാളുടെ സാമീപ്യം ലഭിക്കാൻ വേണ്ടി എന്ന നിലക്ക് അറുക്കുന്നതിനെയാണ് ഇവിടെ പറയുന്ന ദബ്ഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ദബ്ഹ ആർക്ക് വേണ്ടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? അള്ളാഹുവിന് വേണ്ടി മാത്രമേ ചെയ്യാൻ പറ്റൂ. ഗൗരവമുള്ള കാര്യമാണ്. കാരണം ശിർക്കിന്റെ ഇനങ്ങളിൽ അള്ളാഹു അല്ലാതെ ഇലാഹിനോട് ദുആ ചെയ്യാനല്ലാണ്ട്. പക്ഷേ ഈ ശൈത്താൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വേണ്ടി അറവ് നടത്തുക എന്ന്. പ്രത്യേകിച്ച് ഈ സിഹറിന്റെ ആളുകളെ കൊണ്ട് കുഫ്ർ ചെയ്യിപ്പിക്കാൻ, ശിർക്ക് ചെയ്യിപ്പിക്കാൻ, അവരെ ചെയ്യിപ്പിക്കുന്ന കാര്യം ഈ അറവ് നടത്തലായിരിക്കും. കാരണം ഒരു റൂഹിനെ, അള്ളാഹു സൃഷ്ടിച്ച ഒരു റൂഹിനെ അള്ളാഹുവിന് വേണ്ടി അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ആ രക്തം ചീന്താണ്, ആ അറിവ് നടത്തുകയാണ്, ആ റൂഹിനെ ഇല്ലാതാക്കുകയാണ്. അത് ഗൗരവമുള്ള കാര്യമാണ്. ഇപ്പോൾ സാഹിറന്മാർ അവരുടെ അടുക്കൽ പോകുന്ന ആളുകൾ അവരെന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ എന്തെങ്കിലും കോഴിയെയോ ആടിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗത്തെ പിശാചിന് വേണ്ടി അറുക്കാൻ വേണ്ടി പറയും, അവരെ കൊണ്ട് കുഫ്ർ ചെയ്യിപ്പിക്കാൻ. കാരണം അത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ് അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും വേണ്ടി അറിവ് നടത്തുക. അപ്പൊ ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞു, എന്റെ നിസ്കാരം, എന്റെ അറിവ്, എന്റെ ജീവിതം, എന്റെ മരണം, അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രമാണ്. മറ്റൊരായത്ത് വഖൗലിഹി, സൂറത്തുൽ കൗസറിൽ ഫസല്ലി ലിറബ്ബിക വൻഹർ, ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയും നെഹർ അറവ് നടത്തുകയും ചെയ്യും. ഇപ്പൊ ദബ്ഹും നെഹറും തമ്മിലുള്ള വ്യത്യാസം പണ്ഡിതന്മാർ പറയുന്നത്, ദബ്ഹ എന്ന് പറഞ്ഞാൽ പൊതുവെ മൃഗങ്ങളെ അറുക്കുന്നതിന് പറയുന്ന വാക്കാണ്. നെഹർ എന്ന് പറയുന്നത് ഒട്ടകത്തിനെ അറുക്കുന്നതിനാണ് പ്രത്യേകമായിട്ടുള്ള നെഹർ എന്നുള്ള പദം ഉപയോഗിക്കുക. ഒരേ ആശയമുണ്ട്, അറവ് എന്നുള്ള അർത്ഥം തന്നെയാണ് ഉപയോഗിക്കുന്നിടത്ത്. ദബ്ഹും നെഹറും അർത്ഥവ്യത്യാസം പറയുകയാണെങ്കിൽ ദബ്ഹ എന്നുള്ളത് ബാക്കിയുള്ള മൃഗങ്ങളെയും നെഹർ എന്നുള്ളത് ഒട്ടകത്തിനെ അറുക്കുന്നതിനുമാണ് പറയുക. കാരണം ഒട്ടകത്തിനെ അറുക്കുന്ന രീതി തന്നെ ബാക്കിയുള്ള മൃഗങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അറുക്കുക. അപ്പൊ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശം. അപ്പോ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്ന കാര്യമാണ്, നീ നിസ്കരിക്കുകയും അതുപോലെ തന്നെ നീ റബ്ബിന് വേണ്ടി അറിവ് നടത്തുകയും ചെയ്യുക. അപ്പൊ അള്ളാഹുവിന് വേണ്ടി അറിവ് നടത്തുക എന്നുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ള ഇബാദത്താണ്. കാരണം അള്ളാഹുവിന് വേണ്ടി റൂഹിനെ അറുക്കുന്നു എന്നുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ള ഇബാദത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഈദുൽ അദ്ഹയിലെല്ലാം കഴിവുള്ള ആളുകൾ അത് പരമാവധി നമ്മൾ പണം സ്വരൂപിച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരിക്കലെങ്കിലും, പണമില്ലാത്ത ആളുകൾ അവർ ഇടയ്ക്ക് കുറച്ച് പണമെല്ലാം സ്വരൂപിച്ച് എടുത്തു വെച്ചിട്ടെങ്കിലും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരു അറിവ് നടത്തുക, അള്ളാഹുവിന് വേണ്ടി അറിവ് നടത്തുക എന്നുള്ളത് വളരെ മഹത്തരമായിട്ടുള്ള ഒരു ഇബാദത്താണ്. അപ്പൊ ഇത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അല്ലാതെ മറ്റാർക്കെങ്കിലും ചെയ്യുക എന്നുള്ളത് ഷിർക്കുൻ അക്ബറാണ്. അടുത്തൊരു ഹദീസാണ്. അൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖാല حدثني رسول الله صلى الله عليه وسلم بأربع كلمات. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, 4 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു. 4 കാര്യങ്ങൾ. ലഅന അല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. അതിൽ ഒന്നാമത്തേത്, അള്ളാഹുവിന് വേണ്ടി അല്ലാതെ മറ്റാർക്കെങ്കിലും വേണ്ടി അറിവ് നടത്തുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. വലഅന അല്ലാഹു മൻ ലഅന വാലിദൈഹി.
സ്വന്തം മാതാപിതാക്കളെ ശപിക്കുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. വലഅന അല്ലാഹു മൻ ആവാ മുഹ്ദിസൻ. ഒരു ഇസ്ലാമിൽ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് ശിക്ഷാ നടപടിക്ക് അർഹനായിട്ടുള്ള ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നവന്, സംരക്ഷണം നൽകുന്നവന് അല്ലാഹു ശപിച്ചിരിക്കുന്നു. വലഅന അല്ലാഹു മൻ ഗയ്യറ മനാറൽ അർദ്. ഭൂമിയുടെ പരിധികൾ, അതിർവരമ്പുകൾ മാറ്റിമറിക്കുന്നവൻ. അഥവാ ഇപ്പൊ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്, അയൽവാസിയുടെ സ്ഥലമുണ്ട്, അപ്പോ അതിന്റെ ഒരു അതിരുണ്ടാകും, അത് കുറച്ച് കൂട്ടിയെടുത്ത് അങ്ങനെ മാറ്റുന്ന, ആ അടയാളം മാറ്റി കൂടുതൽ സ്ഥലം നമ്മളിലേക്ക് എടുക്കുന്ന, അങ്ങനെ ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ അള്ളാഹുവിന്റെ ശാപം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാവുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാവുക എന്നതാണ്. പൊതുവെ കബായിറുകൾ, വൻപാപങ്ങളെ ഏതാണ് എന്ന് പറയുന്നിടത്ത് ഉലമാക്കൾ പറയാറുള്ള, ചില പണ്ഡിതന്മാർ പറയാറുള്ള അടിസ്ഥാനമാണ് ശാപം വന്നിട്ടുള്ള, അള്ളാഹുവിന്റെയോ റസൂലിന്റെയോ ശാപം വന്നിട്ടുള്ള പാപങ്ങളെല്ലാം വൻപാപങ്ങളാണ്. വൻപാപങ്ങളുടെ മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശാപം വന്നിട്ടുള്ള കാര്യങ്ങൾ വൻപാപങ്ങളാണ്. ഇതിൽ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിലൊന്നാണ് നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടത്. ഒന്നാമത്തേത് തന്നെ ആ കാര്യമാണ് ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വേണ്ടി അറവ് നടത്തുന്നവനെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അപ്പൊ അത് വൻപാപമാണ്, അത് ഷിർക്കാണ് എന്ന് മനസ്സിലാക്കാം. കാരണം അള്ളാഹിന്റെ ശാപം വന്നിട്ടുണ്ട്, ബാക്കിയുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അത് ഷിർക്കാണ് എന്ന് മനസ്സിലാക്കാം. കാരണം ഇബാദത്താണ്, ദബ്ഹ എന്നുള്ള ഇബാദത്താണ്. അത് അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹുവിന് മാത്രമേ ഒരു അടുപ്പം പ്രതീക്ഷിച്ച്, സാമീപ്യം പ്രതീക്ഷിച്ച് നമ്മൾ അറക്കാൻ പറ്റുള്ളൂ. അത് അള്ളാഹു അല്ലാത്തവർ ചെയ്താൽ അത് ഷിർക്കാണ്. രണ്ടാമത്തേത് പറഞ്ഞതുപോലെ അല്ലാഹു മൻ ലഅന വാലിദൈഹി. സ്വന്തം മാതാപിതാക്കളെ ശപിക്കുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കും. ചില ആളുകൾ കാണാം, അവരുടെ സംസാരത്തിൽ സ്വന്തം ഉപ്പയെയും ഉമ്മയെയും എല്ലാം ശാപവാക്കുകൾ പറയും. ഉപ്പയും ഉമ്മയെല്ലാം ശപിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറയുന്ന ആളുകളുണ്ട്. നഊദു ബില്ലാഹ്. അത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. അത് അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമാകുന്നതാണ്. വലഅന അല്ലാഹു മൻ ആവാ മുഹ്ദിസൻ. ഈ മുഹദ്ദിസൻ എന്നുള്ള പദത്തിന് 2 തരത്തിൽ ഉലമാക്കൾ വിശദീകരിച്ചു. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇസ്ലാമിക ശിക്ഷാ നടപടിയിൽ ഒരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ വ്യഭിചരിക്കുകയോ കട്ടെടുക്കുകയോ എല്ലാം ചെയ്തിട്ട് ആ ഹദ് നടപ്പിലാക്കപ്പെടേണ്ട ഒരു വ്യക്തിയെ ആ നടപ്പിലാക്കുന്നതിൽ നിന്ന് രക്ഷ നൽകിക്കൊണ്ട് സംരക്ഷിക്കുന്ന അവസ്ഥ, അങ്ങനെ സംരക്ഷണം കൊടുക്കുന്ന ആളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. രണ്ടാമത്തേതൊന്ന്, ദീനിൽ ഇല്ലാത്ത കാര്യങ്ങളെ പുതുതായി ഉണ്ടാക്കുന്ന വ്യക്തിയെ സംരക്ഷിക്കുന്ന ആളുകൾ എന്നുള്ള ഒരു ആശയവും ഇതിനെ ഉലമാക്കൾ വിശദീകരിക്കാറുണ്ട്. ഒന്നാമത്തേതാണ് കൂടുതൽ വിശദീകരണങ്ങളും വരുന്നത്, രണ്ടാമത്തെയും പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംരക്ഷണം നൽകുന്ന ആളുകൾക്ക് അള്ളാഹു ശപിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത്, ഭൂമിയുടെ അതിർവരമ്പുകളെ മാറ്റുന്ന, അഥവാ നമുക്ക് അർഹതപ്പെട്ടല്ലാത്ത ഒരു ഭാഗം, ഒരു സ്ഥലം, അത് നേടിയെടുക്കാൻ വേണ്ടി ഈ അടയാളങ്ങൾ നീക്കി കൂടുതൽ, അത് ഏത് തരത്തിലാണെങ്കിലും അങ്ങനെ ചെയ്യുന്ന ആളുകളെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അപ്പോ ഇതിൽ അറവ് വന്നിട്ടുള്ളത് അത് ഗൗരവമുള്ള കാര്യമാണ്, അത് ഷിർക്കാണ്, ഇത് വൻപാപങ്ങളിൽ ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കാം. അടുത്തതും ഒരു ഹദീസാണ് ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ളത്. വഅൻ ത്വാരിഖ് ബിൻ ശിഹാബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഖലൽ ജന്നത റജുലുൻ ഫീ ദുബാബിൻ വദഖലൻ നാർ റജുലുൻ ഫീ ദുബാബിൻ. ഒരു ഈച്ചയുടെ വിഷയത്തിൽ ഒരു വ്യക്തി സ്വർഗത്തിലും അതുപോലെ തന്നെ ഒരു ഈച്ചയുടെ വിഷയത്തിൽ ഒരു വ്യക്തി നരകത്തിലും പ്രവേശിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്ന സ്വഹാബികൾക്ക് അത്ഭുതമായി. ഈച്ചയുടെ വിഷയത്തിൽ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക, ഈച്ചയുടെ വിഷയത്തിൽ ഒരാൾ നരകത്തിലാവുക. സ്വഹാബികൾ ചോദിച്ചു, ഖാലു വകൈഫ ദാലിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ, എങ്ങനെയാണത്? ഒരു ഈച്ചയുടെ കാര്യത്തിൽ എങ്ങനെയാണ് സ്വർഗവും നരകത്തിലൊക്കെ ആയത്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർറ റജുലാനി അലാ ഖൗമിൻ. 2 ആളുകൾ ഒരു സമൂഹത്തിലെ ഒരു കൂട്ടരുടെ നാട്ടിലൂടെ പോവുകയാണ്. ലഹും സ്വനമുൻ ലാ യുജാവിസുഹു അഹദുൻ ഹത്താ യുഖർരിബ ലഹു ഷൈഅൻ. ആ നാട്ടിലൊരു നിയമമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടുകാർക്കൊരു വിഗ്രഹമുണ്ട്. അപ്പൊ ആ നാട് കടന്ന് അടുത്ത നാട്ടിലേക്ക് പോകണമെങ്കിൽ ഇവിടെ അവരുടെ ഈ വിഗ്രഹത്തിന് സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അറവ് നടത്തണം. എന്തിനെങ്കിലും അറവ്. ഇവിടെ യുഖദ്ദിബു ലഹു ഷൈഅൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അറവ് നടത്തുന്നതിനാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ചെയ്യണം, എന്നാലേ ആ നാട് വിട്ട് പുറത്തു പോകാൻ പറ്റുള്ളൂ. ഈ വിഗ്രഹത്തിന് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞു. ഖാലൂ ലി അഹദിഹിമ. അതിൽ ഒരാളോട് പറഞ്ഞു ആദ്യം, ഖദ്ദിബ്, നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞു.
ഖാല ലൈസ ഇൻദി ഷൈഉൻ ഉഖർരിബ്. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കിങ്ങനെ അറിവ് നൽകാനോ എന്തെങ്കിലും നൽകാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഖാലു ഖർരിബ് വലൗ ദുബാബൻ. പറഞ്ഞു, നീ ഒരു ഈച്ചയെങ്കിലും ആ സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നീ നൽകണമെന്ന് പറഞ്ഞു. ഫഖറബ ദുബാബൻ ഖദ് ഖല്ലു സബീലഹു. അങ്ങനെ ആ ഈച്ചയെ നൽകിക്കൊണ്ട്, അതിനെ ഒരു അറിവ് നടത്തിക്കൊണ്ട്, ആ ചെറിയ അത് നൽകിക്കൊണ്ട് അയാൾ അവിടുന്ന് കടന്നുപോയി, അയാൾ നരകത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു. വഖാലു ലിൽ ആഖിർ. മറ്റേ ആളോട് പറഞ്ഞു, ഖർരിബ്, നീയും എന്തെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞു. ഖാല മാ കുൻതു ലയുഖർരിബ ലിഅഹദിൻ ഷൈഅൻ ദൂന അല്ലാഹ്. അയാൾ പറഞ്ഞു, ഞാൻ അല്ലാഹു അല്ലാതെ മറ്റൊന്നിനും ഞാൻ എന്ത് ചെയ്യില്ല, ഒരു അറിവ് നൽകില്ല എന്ന് പറഞ്ഞു. ഫളറബു ഉൻഖഹു ഫദഖലൽ ജന്ന. ആ നാട്ടുകാർ ഇയാളുടെ കഴുത്ത് വെട്ടുകയും അങ്ങനെ ഇയാൾ സ്വർഗാവകാശിയായി തീരുകയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇവിടെ ഈ സംഭവം ഈ ബാവുമായി ബന്ധപ്പെട്ട എന്താണ്, അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് അറിവ് നടത്തിയതിന്റെ പേരിൽ അല്ലെങ്കിൽ ബലി നൽകിയതിന്റെ പേരിൽ ഒരാൾ നരകാവകാശിയായി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഗൗരവത്തെയും പ്രാധാന്യത്തെയും അറിയിക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ പല ആളുകൾക്കും ചില സംശയങ്ങൾ ഉണ്ടാകും. ഒന്ന്, ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, മുക്റഹായിക്കൊണ്ട് നിർബന്ധിതനായിക്കൊണ്ട് ഒരാൾ ശിർക്കോ കുഫ്രോ ആയിട്ടുള്ള എന്തെങ്കിലും സംസാരങ്ങൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ ചെയ്യേണ്ടി വരും, ഉള്ളിൽ ഈമാനുള്ള അവസ്ഥയിൽ ചെയ്യേണ്ടി വന്നാൽ അവന്റെ മേലെ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കാണാം. അപ്പോ ഈ സംഭവം അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളത് ചില ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയമാണ്. അതിൽ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തേത് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു കാരണം ഇതിൽ ഒന്നാമത്തെ ആള് മുക്റഹായിട്ടില്ല, നിർബന്ധിതനായി ചെയ്യണം എന്ന് നിർബന്ധിക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടില്ല. അയാൾ അതിനു മുമ്പ് തന്നെ അയാൾ എന്ത് ചെയ്തു, ആ കാര്യം ചെയ്തു എന്നുള്ളതാണ്. മറ്റൊരു രീതിയിൽ പണ്ഡിതന്മാർ വിശദീകരിക്കാറുള്ളത്, ഇത് മുൻഗാമികൾക്കുണ്ടായിരുന്ന ഹുക്കുമായിരുന്നു. കാരണം നമ്മുടെ ശറഇൽ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തീകരിച്ച നമ്മുടെ ദീനിന്റെ ശറഇൽ മുക്റഹായിക്കൊണ്ട് ചെയ്താൽ കുറ്റമില്ല. എന്നാൽ മുൻഗാമികൾക്ക് മുക്റഹാണെങ്കിലും, മുക്റഹ് എന്നാൽ നിർബന്ധിതനാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, കുഫറിന്റെ അവിടുന്ന് നിർബന്ധിതനായിട്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ രീതിയിലുള്ള ഒരു വാക്ക് പറയാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനോ അവർക്ക് നിയമം ഉണ്ടായിരുന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ നിർബന്ധിതനായിട്ടും അതിന് ജീവൻ പോകുന്ന ഉറപ്പായിട്ടും അത് ചെയ്യാതെ അവിടെ നിന്നത് എന്നും ഉലമാക്കൾ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് ഈ ബാബുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും അത് എത്ര നിസ്സാരമായ ഒരു കാര്യമാണെങ്കിലും ഒരു സാമീപ്യം പ്രതീക്ഷിച്ചിട്ട് അറിവ് നൽകുക എന്നുള്ളത് അത് ശിർക്കാണ്, അത് ശിർക്കുൻ അക്ബറാണ്, മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ആർക്ക് വേണ്ടിയാവട്ടെ, അള്ളാഹുവിന് പുറമെ ആരുടെ തൃപ്തി പ്രതീക്ഷിച്ചിട്ടാണെങ്കിലും ആ സാമീപ്യം നേടാൻ വേണ്ടി ചെയ്താൽ അത് ശിർക്കാണ് എന്ന് ഈ ആയത്തുകളെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ ബാബിന്റെ ഷർഹിൽ പറഞ്ഞിട്ടുള്ളത്, ഐ അന്നഹു ഷിർക്കുൻ, അതായത് ബാബു മാ ജാഅ ഫി ദബ്ഹി ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും മറവ് നടത്തുക എന്നുള്ളത് ശിർക്കാണ്. ഫഇന്ന നുസൂസൽ കിതാബി വസ്സുന്ന സരീഹത്തുൻ ഫിൽ അംരി ബിദ്ദബ്ഹി ലില്ലാ, ഖുർആനിലും ഹദീസിലുമുള്ള വ്യക്തമായ തെളിവുകൾ വന്നിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിവ് നടത്തുക, വഇഖ്ലാസു ദാലിക ലിവജ്ഹി, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നിഷ്കളങ്കമായി ചെയ്യുക എന്നുള്ളത്. കമാ ഹിയ സരീഹത്തുൻ ബിദാലിക ഫിസ്സലാ, ഏതുപോലെ നിസ്കാരം അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക എന്ന് വന്നിട്ടുള്ളത് പോലെ അറിവിന്റെ വിഷയത്തിലും വന്നിട്ടുണ്ട്. ഫഖദ് ഖറന അല്ലാഹു ദബ്ഹ ബിസ്സലാത്തി ഫീ ഇദ്ദത്തി മവാലിഹ് മിൻ കിതാബിഹി, ഖുർആനിൽ തന്നെ ധാരാളം സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നിസ്കാരത്തിനെയും അറിവിനെയും അല്ലാഹു തആല ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ആയത്തുകളിലൊക്കെ നിസ്കാരത്തിനൊപ്പമാണ് അറിവിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. വൈദാ സബത അന്ന ദബ്ഹ ലില്ലാഹി മിൻ അജ്ലിൽ ഇബാദാത്തി വ അക്ബരി ത്വാആത്ത്, അപ്പോ അറിവ് കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ ശ്രേഷ്ഠമായ മഹത്തരമായ കാര്യമാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ ഫദ്ദബ്ഹ ലിഗൈരില്ലാഹി ശിർക്കുൻ അക്ബർ, ഒരു സംശയവുമില്ല. എന്താണ്, അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് അറിവ് നടത്തുക എന്നുള്ളത് ശിർക്കുൻ അക്ബറാണ്. മുഖ്രിജുൻ അൻ ദാഇറത്തുൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന കാര്യമാണ്. അതായത് അറിവ് നടത്തുക എന്നുള്ളത് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യേണ്ട ഇബാദത്തായിട്ട് ദീനിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നിരിക്കെ പിന്നെ അത് വേറെ ആർക്കെങ്കിലും ചെയ്താൽ അത് ഷിർക്കുൻ അക്ബറാണ്. എന്നിട്ട് എന്താണ് ഷിർക്കുൻ അക്ബറിന്റെ ഹദ്ദ് എന്ന് പറയാൻ, فإن حد الشرك الأكبر وتفسيره الذي يجمع أنواعه وأفراده, ഷിർക്കുൻ അക്ബറിന്റെ പരിധി എന്താണ്, ഷിർക്കുൻ അക്ബർ അതുകൊണ്ട് അതിന്റെ ഇനങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ, أن يصرف العبد نوعا أو فردا من أفراد العبادة لغير الله,
ഇബാദത്തിന്റെ ഇനങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ, അള്ളാഹുവിന് അവകാശപ്പെട്ട ആ ഇബാദത്തിൽ ഏതെങ്കിലും ഒന്നിനെ അള്ളാഹു അല്ലാതെ മറ്റൊരാളിലേക്ക് തിരിക്കുക, അതാണ് ശിർക്കുൻ അക്ബർ എന്ന് പറയുന്നത്. ഫകുല്ലു ഇഅ്തിഖാദിൻ ഔ ഖൗലിൻ ഔ അമലിൻ ثبت أنه مأمور به من الشارع, അള്ളാഹു ശർഅാക്കിയിട്ടുള്ള, പഠിപ്പിച്ചിട്ടുള്ള, കൽപ്പിച്ചിട്ടുള്ള വിശ്വാസമാവട്ടെ, പ്രവർത്തനമാവട്ടെ, സംസാരമാവട്ടെ, ഫസർഫുഹു ലില്ലാഹി വഹ്ദഹു തൗഹീദുൻ വ ഈമാനുൻ വ ഇഖ്ലാസുൻ, അത് അള്ളാഹുവിനല്ല, അള്ളാഹുവിന് മാത്രം ചെയ്യുക എന്നുള്ളത് തൗഹീദാണ്, ഈമാനാണ്, ഇഖ്ലാസാണ്. വസർഫുഹു ലിഗൈരിഹി ശിർക്കുൻ വ കുഫ്റുൻ, അത് അള്ളാഹു അല്ലാതെ മറ്റാർക്കെങ്കിലും ചെയ്യുക എന്നുള്ളത് ശിർക്കും കുഫ്റുമാണ്. فعليك بهذا الضابط للشرك الأكبر الذي لا يشذ عنه شيء. ഈ ഒരു നിബന്ധന, ഒരു കാര്യം ശിർക്കുൻ അക്ബർ ആകുന്നതിനുള്ള ഈ നിബന്ധനയെ നീ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അതിൽ നിന്ന് വേറൊന്നും തെറ്റിപ്പോയിരിക്കാൻ വേണ്ടി നീ ഗൗരവത്തെ മനസ്സിലാക്കണം. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യം അത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ എന്താണ്? ഇഖ്ലാസും തൗഹീദും ഈമാനുമാണ്. ആ കാര്യം അള്ളാഹു അല്ലാതെ മറ്റൊരാളിലേക്ക് തിരിച്ചാൽ അത് ശിർക്കുൻ അക്ബർ ആണ്. എന്നിട്ട് പറയാണ് കമാ അന്ന ഹദ്ദ ശിർക്കിൽ അസ്ഗർ, ശിർക്കിൽ അസ്ഗറിന്റെ പരിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ, അത് കുല്ലു വസീലത്തിൻ വദരീഅത്തിൻ യതതറഖു മിൻഹാ ഇല ശിർക്കിൽ അക്ബരി മിനൽ ഇറാദാതി വൽ അഖ്വാലി വൽ അഫ്ആൽ അല്ലതി ലം തബ്ലുഗ് റുത്ബത്തൽ ഇബാദ, ഇബാദത്ത് ചെയ്തു എന്ന അവസ്ഥയിൽ എത്താത്ത വാക്കാവട്ടെ, പ്രവർത്തനങ്ങളാവട്ടെ, ഉദ്ദേശങ്ങളാവട്ടെ, ശിർക്കുൻ അക്ബറിലേക്ക് വഴിയൊരുക്കുന്ന കാര്യം ഏതാണോ അതാണ് ശിർക്കുൻ അസ്ഗർ. അതായത് ഒരു കാര്യം ചെയ്തു, പക്ഷെ ആ കാര്യം ചെയ്തതിന്റെ പേരിൽ ഒരാളെ ഇബാദത്ത് ചെയ്തു എന്ന് പറയുന്ന ആ ദർജയിൽ എത്തിയിട്ടില്ല. പക്ഷെ ആ കാര്യം ശിർക്കുൻ അക്ബറിലേക്ക് എത്തിക്കുന്ന വസീലയാണ്, അതിലേക്ക് എത്തിക്കുന്ന വാക്കോ പ്രവർത്തനമോ ഉദ്ദേശങ്ങളോ ആണ് എങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്? ശിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത്. ഇതുപോലെ റിയാ, ഒരാൾ നിസ്കരിക്കുന്നു, അയാൾ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു, പക്ഷെ ആളുകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നു, അപ്പോൾ ആളുകൾ ഇബാദത്ത് ചെയ്തു എന്നാകുമോ? ഇല്ല. അല്ലെങ്കിൽ ഒരാൾ അറിവ് നടത്തുന്നു, അള്ളാഹിന് വേണ്ടി അറിവ് നടത്തും, അപ്പൊ ആളുകളൊക്കെ അറിയണം, ഞാൻ അങ്ങനെ അറിവ് നടത്തുന്ന ആളെന്ന് അറിയണം എന്ന് വിചാരിക്കുന്നു, അയാൾ അള്ളാഹ്ക്ക് വേണ്ടി അല്ലാത്തൊരാൾക്ക് അർത്ഥമാവോ? ഇല്ല. പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന എന്താണ്? ശിർക്കുൻ അക്ബറിലേക്ക് എത്തുന്ന ഒരു വസീലയായിട്ട് മാറും. അതുപോലെ തന്നെ മാഷാ അള്ളാഹു ഷിഅ്ത എന്നോ ശിർക്കുൻ അസ്ഗറിന്റെ കുറെ ഇനങ്ങൾ വരുന്നുണ്ട്, ഈ കിതാബിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊണ്ടു. അപ്പോ ഷിർക്കുൻ അക്ബറിന്റെ ഹദ് എന്താണ്? അള്ളാഹുവിന് മാത്രം ചെയ്യാൻ പറഞ്ഞ കാര്യം അള്ളാഹു അല്ലാത്തവരേക്ക് തിരിക്കലാണ്. ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ ഷിർക്കുൻ അക്ബറിലേക്ക് വഴിയെത്തിക്കുന്ന, എന്നാൽ ഇബാദത്ത് ചെയ്തു എന്ന് പറയുകയും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ, വാക്കോ പ്രവർത്തനങ്ങളോ ഉദ്ദേശങ്ങളോ ചെയ്യുക എന്നതാണ് ഷിർക്കുൻ അസ്ഗർ. فعليك بهذين الضابطين للشرك الأكبر والأصغر. ഈ രണ്ട് നിബന്ധനകൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. വായിക്കുന്ന ഒരാളോട് നീ ശരിക്കും മനസ്സിലാക്കണം, ഷിർക്കുൻ അക്ബറിന്റെയും ഷിർക്കുൻ അസ്ഗറിന്റെയും. فإنه مما يعينك على فهم الأبواب السابقة واللاحقة من هذا الكتاب. അത് നിനക്ക് എന്തിനു ഉപകരിക്കും? ഈ കിതാബിന്റെ വരാൻ പോകുന്ന ബാബുകൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കും. وبه يحصل لك الفرقان بين الأمور التي يكثر اشتباهها والله المستعان. ധാരാളം സംശയങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ ഈ രണ്ട് നിബന്ധനകൾ നിനക്ക് മനസ്സിലാക്കുന്നത് നിന്നെ സഹായിക്കുന്നതാണ് എന്ന് ഇമാം സഅദി റഹിമഹുള്ള പറയണം. അതായത് ഒരു കാര്യം ഷിർക്കുൻ അക്ബർ ആണോ ഷിർക്കുൻ അസ്ഗർ ആണോ എന്ന് വ്യത്യാസം എന്താണ് എന്നുള്ള മനസ്സിലാക്കാൻ ഈ രണ്ട് നിബന്ധന മനസ്സിലാക്കുന്നത് ഉപകരിക്കും എന്ന് ഇമാം സഅദി റഹിമഹുള്ള പറയാണ്. അടുത്ത ബാബു കൂടി ഇതിനോട് കൂടി ബന്ധപ്പെട്ടതാണ്, ദബ്ഹുമായി ബന്ധപ്പെട്ടത്, അതുകൂടി നമുക്ക് വായിക്കാം. ബാബു لا يذبح لله بمكان يذبح فيه لغير الله. അള്ളാഹുവിന് വേണ്ടി അല്ലാതെ അറുക്കപ്പെടുന്ന ഒരു സ്ഥലത്ത്, അള്ളാഹുവിന് വേണ്ടി അല്ലാതെ, മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന് വേണ്ടി അല്ലാതെ എന്തെങ്കിലും ഒരു അറവ് നടത്തപ്പെടുന്ന പ്രത്യേക സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിലും അറുക്കാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബാബിൽ പറയുന്നത്. വ്യക്തമായി വിചാരിക്കും. അതോ അള്ളാഹുവിന് വേണ്ടി അല്ലാതെ അറുക്കാൻ വേണ്ടി മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ ഒരു സ്ഥലമുണ്ടെന്ന് വിചാരിക്കുക. ആ സ്ഥലത്ത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ ചെന്നിട്ട് അറവ് നടത്താൻ പാടില്ല. അത് പിന്നെ അവരുടെ ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലമാണെങ്കിൽ ഒന്നും പറ്റില്ല. ബാബിൽ കൂടുതൽ മനസ്സിലാവും. വഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തു തൗബയിലെ 108-ാമത്തെ ആയത്ത്, ലാ തഖും ഫീഹി അബദാ, നീ ഒരിക്കലും അവിടെ നിസ്കരിക്കരുത്. അഥവാ മസ്ജിദുൽ ളിറാറിൽ ഇൻഷാ അല്ലാഹ് പറയാം.
ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. തഖ്വയുടെ മേലെ കെട്ടിപ്പടുത്തിട്ടുള്ള മസ്ജിദാണ് നീ നിസ്കരിക്കാൻ യോഗ്യമായിട്ടുള്ളത്. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അയ്യതതഹറു. അവിടെ ആളുകളുണ്ട് ശുദ്ധീകരിക്കപ്പെടണം, നന്നാകണം എന്ന് ആഗ്രഹിക്കുന്ന, അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ശുദ്ധിയുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നത്. ഇതെന്താണ് ഈ ആയത്തിറങ്ങാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം ഹിജ്റ ചെയ്ത് മദീനയിലെത്തുന്നതിന്റെ മുമ്പായിട്ട് ആദ്യം തങ്ങിയ പ്രദേശമായിരുന്നു, അവിടെയാണ് ഖുബാ മസ്ജിദ് നിർവഹിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 ദിവസത്തോളം താമസിച്ച് വ്യാഴാഴ്ചയാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോ ആ സമയത്ത് അവിടെ ഖുബയിൽ നിർമ്മിച്ച മസ്ജിദാണ് മസ്ജിദ് ഖുബ എന്ന് പറയുന്നത്. ധാരാളം പ്രത്യേകതയുള്ള പ്രതിഫലമുള്ള, ഒരാൾ വീട്ടിൽ നിന്ന് വുദു എടുത്തുകൊണ്ട് അവിടെ പോയി 2 റക്അത്ത് നിസ്കരിച്ചാൽ ഉംറ ചെയ്ത പ്രതിഫലം, മസ്ജിദ് ഖുബായിൽ നിസ്കരിച്ചാൽ ഉംറ ചെയ്ത പ്രതിഫലം ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധിക ശനിയാഴ്ചകളിലും നടന്നു പോയിക്കൊണ്ട് അവിടെ പോയി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ചില റിവായത്തുകളും കാണാം. അപ്പൊ ഈ ഖുബാ മസ്ജിദിന്റെ അടുത്ത് പ്രദേശത്തായിട്ട് തന്നെ മുനാഫിഖുകൾ, ഉള്ളിൽ പച്ചയായ കുഫ്റുള്ള, അഥവാ ഉള്ളിൽ കുഫ്റാണ്, എന്നാൽ പുറത്ത് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമുകളും അധികരിച്ചപ്പോൾ നീ ഒരു രക്ഷയില്ല എന്നുകൊണ്ട് ഇസ്ലാം അഭിനയിക്കുന്ന വ്യക്തമായ കുഫ്റുള്ളിലുള്ള മുനാഫിഖുകൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തണുപ്പുള്ള സമയത്ത് മസ്ജിദ് നബവിയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഈ ഖുബയുടെ അടുത്ത് തന്നെ അവർ വേറൊരു മസ്ജിദ് ഉണ്ടാക്കി. അത് മസ്ജിദ് ബിറാർ എന്ന് അല്ലാഹു തആല പറഞ്ഞത്, ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. അവരുടെ ഉദ്ദേശം മസ്ജിദ് ആയിരുന്നില്ല. അവരുടെ ഉദ്ദേശം അവരുടെ ആളുകൾക്ക് ഒരുമിച്ച് കൂടാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ ബാക്കിയുള്ള കുഫാറുകൾക്ക് സംരക്ഷണമായിട്ടും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഈ മസ്ജിദ് ഉണ്ടാക്കിയത്. അവർ പറഞ്ഞ കാരണം രാത്രിയിൽ തണുപ്പത്ത് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന നിലക്കാണ്. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ മസ്ജിദിൽ വന്നൊന്ന് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിച്ചു. വന്നിട്ടൊന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും തബൂക്ക് യുദ്ധത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിലാണ് ഇവർ പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങളൊരു യാത്രയിലാണ്, തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഒന്ന് നിസ്കരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിൽ നിന്ന് തിരിച്ചു വരുന്ന സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. കാരണം അല്ലാഹു തആല പറഞ്ഞു, ലാ തഖും ഫീഹി അബദ, നീ അവിടെ എന്ത് ചെയ്യരുത്, നിസ്കരിക്കാൻ പാടില്ല. മസ്ജിദാണ്, മസ്ജിദായി നിർമ്മിച്ചതാണ്. പക്ഷേ ആ മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വ്യക്തമായ കുഫറുള്ള കാഫിറുകൾ തന്നെയാണ്, പുറത്ത് ഇസ്ലാം അഭിനയിക്കുന്ന മാത്രം ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ അവർ നിർമ്മിച്ച മസ്ജിദ് പോയി നിസ്കരിക്കരുത് എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് അതിനെ കത്തിക്കാനും തകർക്കാനും, ആ മസ്ജിദിനെ തകർത്ത് കത്തിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്ത് അങ്ങനെ ചെയ്യുകയുണ്ടായി. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവിടെ പോയി നിസ്കരിക്കരുത്. എന്നിട്ട് പറഞ്ഞു, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയുടെ മേലെ നിർമ്മിക്കപ്പെട്ടുള്ള മസ്ജിദ് അവിടെ ഉണ്ട്. എന്താ ഉദ്ദേശം? മസ്ജിദു ഖുബ. അവിടെയാണ് നിനക്ക് നിസ്കരിക്കാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ളത്. മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി, അവിടെയാണ് നിനക്ക് നിസ്കരിക്കാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ളത്. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അയ്യതതഹറു, ശുദ്ധീകരണം ഇഷ്ടപ്പെടുന്ന, അഥവാ ബാഹ്യമായിട്ടുള്ള ശുദ്ധീകരണവും അതുപോലെ ശിർക്കിൽ നിന്നും നിഫാഖിൽ നിന്നുമുള്ള ഖൽബിന്റെ ശുദ്ധീകരണവും ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ അവിടെയുണ്ട്. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, അല്ലാഹു തആല അങ്ങനെ ശുദ്ധീകരണം എല്ലാ രീതിയിലും ഖൽബും ശരീരവും എല്ലാം ശുദ്ധിയോട് കാത്തു സൂക്ഷിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ മുനാഫിഖീങ്ങൾ അവർ നിർമ്മിച്ചിട്ടുള്ള മസ്ജിദിൽ നിസ്കരിക്കരുത് എന്ന വിരോധനം വന്നിട്ടുള്ളത് മുശ്രിക്കീങ്ങളുടെ ഇബാദത്തുകൾ നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങളോ അവരെ ഒരുമിച്ച് കൂടുന്നതോ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു മുസ്ലിം, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി നിസ്കരിച്ച നിസ്കാരം എന്താണ്? അള്ളാഹുവിന് വേണ്ടി മാത്രം ഇഖ്ലാസോടുള്ള നിസ്കാരമായിരിക്കും. പക്ഷേ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു ഇബാദത്ത് മുശ്രിക്കീങ്ങൾ ഇങ്ങനെ പ്രത്യേകമായി എടുത്തിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനാണ് ഈ ഒരു ബാബിൽ ഈ ഒരു തലക്കെട്ട് കൊടുത്തിട്ട് അവിടെ ഈ ആയത്ത് കൊണ്ടുവരാനുള്ള കാരണം. കാരണം ഈ അറവ് നടത്താൻ പാടില്ല എന്നുള്ളതിന് അടുത്തൊരു ഹദീസ് തെളിവായി വരുന്നുണ്ട്. പക്ഷേ ഒരു ഇബാദത്തും മുശ്രിക്കീങ്ങൾ അവരുടെ ഇലാഹുകൾക്ക് നടത്തുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ടുള്ളയിടത്ത് ചെയ്യാൻ പാടില്ല എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. അതിൽ ദബ്ഹും ഉൾക്കൊണ്ടു. عن ثابت بن الضحاك رضي الله عنه قال نظر رجل أن ينحر إبلا ببوانة.
ഒരിക്കലും ഒരു വ്യക്തി സാബിത്ത് ഇബ്നു വഹാഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഒരു വ്യക്തി നേർച്ച നേർന്നിരുന്നു. അയാൾ നേർച്ച നേർന്നു ബുവാനത്തിൽ വെച്ച്. ബുവാനത്തിൽ എന്ന് പറഞ്ഞാൽ എംബോ എന്നുള്ള പ്രദേശത്തിന്റെ അപ്പുറത്തുള്ള ഒരു ഉയർന്ന പ്രദേശമാണ് ഈ ബുവാന എന്ന് പറയുന്നത്. അവിടെ വെച്ച് ഞാൻ അറവ് നടത്താം എന്ന്, ഒരൊട്ടകത്തെ അറവ് നടത്താം എന്ന് അയാൾ നേർച്ച നേർന്നിരുന്നു. നെതിർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മേലെ നിർബന്ധമില്ലാത്തൊരു കാര്യം അയാൾ സ്വയം നിർബന്ധമാക്കി എടുക്കുന്നതിനാണ് നേർച്ച എന്ന് പറയാം. അപ്പൊ ഒരാൾക്ക് പറയാണ് ഞാൻ ഇത്ര രൂപ ഒരാൾക്ക് ഞാൻ സ്വതക്ക നൽകും, അല്ലെങ്കിൽ ഒരാൾക്കല്ല ഞാൻ സ്വതക്ക നൽകും, അല്ലെങ്കിൽ ഇത്ര ദിവസം ഞാൻ നോമ്പ് നോൽക്കും, അല്ലെങ്കിൽ ഞാൻ ഇത്ര റക്കായത്ത് ഞാൻ നിസ്കരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇത്ര ഖുർആൻ ഓതും, അല്ലെങ്കിൽ അങ്ങനെ ഇത്ര, അല്ലെങ്കിൽ ഒരു അറിവ് നടത്തി ആളുകൾക്ക് ഇത് നൽകും. ഒരാൾ സ്വയം നേർച്ച നേരുക. നേർച്ചയുടെ ബാബ് അടുത്തുണ്ട്, ഇൻഷാ അല്ലാഹ് അതിൽ കൂടുതൽ വിശദീകരിക്കാം. അപ്പൊ അങ്ങനെ ഒരാൾ നേർച്ച നേർന്നു ഒട്ടകത്തിന് ഇന്ന സ്ഥലത്ത് അറക്കാൻ വേണ്ടി. അങ്ങനെ അയാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഫസഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ഹൽ കാന ഫീഹാ വതനുൻ മിൻ ഔസാനിൽ ജാഹിലിയ്യത്തി യുഅബദ്, അവിടെ ജാഹിലിയത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന എന്തെങ്കിലും വിഗ്രഹമോ മറ്റോ ഉണ്ടായിരുന്ന സ്ഥലമാണോ നീ ഇപ്പൊ അറക്കാൻ പോകുന്ന സ്ഥലം? എന്തെങ്കിലും വിഗ്രഹം ഉണ്ടായിരുന്ന സ്ഥലമാണോ എന്ന് ചോദിച്ചു. ഖാലൂല, അപ്പൊ പറഞ്ഞു സഹാബി പറഞ്ഞു അല്ല. സഹാബികൾ പറഞ്ഞു അല്ല. ഖാല ഫഹൽ കാന ഫീഹാ ഈദുൻ മിൻ അയാദിഹിം, ഇനി അവരുടെ വല്ല ആഘോഷവും നടക്കാൻ വേണ്ടി പ്രത്യേകമായി എടുത്തിട്ടുള്ള സ്ഥലമായിരുന്നോ ആ സ്ഥലം? ഖാലു, അപ്പൊ പറഞ്ഞു ല, അങ്ങനെയില്ല പറഞ്ഞു. ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔഫി ബിനദ്രിക്, നിന്റെ നേർച്ച നീ പോയിട്ട് നിറവേറ്റിക്കോ, ആ സ്ഥലത്ത് പോയിട്ട് നീ അറുത്തോ, കുഴപ്പമില്ല. ഫഇന്നഹു ലാ വഫാഅ ലിനദ്രിൻ ഫി മഅസിയത്തില്ലാ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും നേർച്ച നേർന്നാൽ അവനത് പൂർത്തീകരിക്കേണ്ട, അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരാൾ ഞാൻ കള്ളുടിക്കും ഒരാൾ നേർച്ച തരികയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു കട്ടെടുക്കുന്ന നേർച്ച തരികയാണ്, അല്ലെങ്കിൽ അള്ളാഹ് ഹറാമാക്കിയിട്ടുള്ള അള്ളാഹിനെ ധിക്കരിക്കുന്ന ഒരു വിഷയത്തിൽ അയാൾ സ്വയം ഞാനത് ചെയ്യുന്ന നേർച്ച നേർന്നു, അയാൾക്ക് അത് ചെയ്യേണ്ട നിർബന്ധമാവോ? ഇല്ല. നേർച്ച ചേർന്നാൽ നിർബന്ധമാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അയാൾക്ക് അത് ആ വിഷയം നിർബന്ധമല്ല. വലാ ഫീമാ ലാ യംലികു ഇബ്നു ആദം, അതുപോലെ മനുഷ്യന് സാധിക്കാത്ത കാര്യം സ്വന്തത്തിൽ നേർച്ച നേർത്തിട്ടെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ചില ജാഹിലിയത്തിൽ ചില നേർച്ചകളുടെ രീതി എന്ന് പറഞ്ഞാൽ, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ വെയിലത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് നിൽക്കും, അങ്ങനെയൊക്കെ നേർച്ച തരുന്നുണ്ടായിരുന്നു. മനുഷ്യന് സാധിക്കാത്ത, ഞാൻ ഇത്ര ഭാരം ചുമക്കും, അങ്ങനെയൊക്കെ നേർച്ച തരും. അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇവിടെ ആദ്യത്തിൽ മനസ്സിലാക്കേണ്ടത്, അറവ് നടത്താൻ നേർച്ച നേർന്ന സഹാബി അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചെന്താണ്, അവിടെ മുശ്രിക്കീങ്ങളുടെ വിഗ്രഹമോ അല്ലെങ്കിൽ മുശ്രിക്കീങ്ങളുടെ ആഘോഷങ്ങളോ നടക്കാറുള്ള സ്ഥലമായിരുന്നോ എന്നുള്ളതാണ്. എന്താണ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം? അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു മുസ്ലിം പോയി, ഇപ്പം മുശ്രിക്കീങ്ങളുടെ വിഗ്രഹമുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ മുശ്രിക്കീങ്ങൾ അറുക്കാറുള്ള ഒരു സ്ഥലം, മുശ്രിക്കീങ്ങളുടെ ആഘോഷം നടക്കുന്ന സ്ഥലം, അവിടെ പോയൊരു മുസ്ലിം ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് വേണ്ടി മാത്രം അറിവ് നടത്തുകയാണെങ്കിലും ആളുകൾക്ക് എന്ത് തോന്നും? ഒരു തശ്ബീഹ് തോന്നും, ഒരു സാദൃശ്യം തോന്നും. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഇഖ്ലാസ് നല്ലതാണ്, ഇത് ശരിയാണ്. ചില കാര്യങ്ങൾ അത് മാത്രമല്ല, ചില കാര്യങ്ങൾ ചുറ്റുമുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടി വരും. ചില കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ നിയ്യത്ത് മാത്രം പരിഗണിച്ചാൽ മതിയാകില്ല, ചുറ്റുമുള്ള ചില അവസ്ഥകളും പരിഗണിക്കണം. അതിൽപ്പെട്ടൊരു കാര്യമാണത്. അപ്പൊ നമ്മുടെ നിയ്യത്ത് നല്ലതാണ് പറഞ്ഞിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ചെയ്താൽ അത് മറ്റുള്ള ആളുകൾക്ക് ഒരു സാമ്യത തോന്നുന്ന, കുഫാറുകളോട് ഒരു തശബ്ബുഹ് വരുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ചോദിച്ചത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ആ സ്വഹാബിയോട് പറയുമായിരുന്നു. ഈ ഒരു ബാബിലെ വിശദീകരണത്തിൽ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്ന ചില വാക്കുകൾ കാണാം. അതായത് ഒരു സ്ഥലം, ആ സ്ഥലത്ത് എന്താണോ നടക്കുന്ന പ്രവർത്തനം, അതിന്റെ ഒരു പ്രത്യേകത ആ സ്ഥലങ്ങൾക്ക് ഉണ്ടാകുമെന്ന് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കുറെ കാലങ്ങളായിട്ട് പഴക്കമുള്ള ഒരു മസ്ജിദിൽ പോയിട്ട് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മസ്ജിദിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിന് അനുഭവിക്കാൻ സാധിക്കും. പുതിയൊരു മസ്ജിദിൽ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ, അങ്ങനെ ഒരു മസ്ജിദ് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരവസ്ഥയും, എന്നാൽ നൂറുകണക്കിന് വർഷങ്ങളായിട്ട് അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകളും സുജൂദുകളും നടക്കുന്ന ഒരു മസ്ജിദിൽ കയറുമ്പോഴും ആ സ്ഥലത്തിന് തന്നെ അതിന്റെ ഒരു നല്ലൊരു അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ കാലങ്ങളായി ശിർക്കും കുഫ്റും നടക്കുന്ന ഒരു സ്ഥലത്ത് കയറിയാൽ നമ്മുടെ കൽബ് ഞെരുങ്ങും, നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ കൽബിനെ ഞെരുക്കാൻ അനുഭവിക്കും, നമുക്ക് ഭയങ്കര അസ്വസ്ഥയായിരിക്കും. അപ്പൊ അത് അവിടെ നടക്കുന്ന പ്രവർത്തനം കൊണ്ട് ആ സ്ഥലത്തിന് ഒരു നല്ലൊരു അവസ്ഥയും അതുപോലെ ഞെരുക്കവും നൽകുന്ന അവസ്ഥയുമെല്ലാം ആ സ്ഥലങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഉസൈമീൻ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്. ഇനി ഇങ്ങനൊരു പ്രദേശത്ത് ചെയ്യാം, ഇബാദത്തുകൾ ചെയ്യാം. ഏത് അവസ്ഥ വരുമ്പോൾ? ആ സ്ഥലം പൂർണ്ണമായി
മുശ്രിക്കുകളുടെ കയ്യിൽ നിന്ന് ഒഴിവായി ഇസ്ലാമിന്റെ കയ്യിൽ വന്ന് ചേരുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞ ലാത്തയുടെ വിഗ്രഹം അതിനെ തകർത്ത് കളയാൻ പറഞ്ഞതിന് ശേഷം അവിടെ മസ്ജിദ് ഉണ്ടാക്കാൻ പറയുകയും മുസ്ലിമീങ്ങൾ അവിടെ മസ്ജിദ് ഉണ്ടാക്കുകയും പിന്നീട് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ആ സ്ഥലം എന്തായി? മുസ്ലിമീങ്ങളുടേതായി അറിയപ്പെടുന്ന അവസ്ഥയിൽ മുസ്ലിമീങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന മഅബദായി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു പ്രദേശമായി അത് മാറിയിട്ടുണ്ട് എന്ന രീതിയിൽ ആ സ്ഥലം പൂർണ്ണമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇബാദത്തുകൾ നിർവഹിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതല്ലാതെ മുശ്രിക്കീങ്ങളുടെ ഇബാദത്തുകൾ നടക്കുന്ന സ്ഥലം, അവരുടെ ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലം, അവരുടെ പ്രത്യേകമായിട്ടുള്ള സ്ഥലം, അവിടെ പോയി അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഇബാദത്താണെങ്കിലും ചെയ്യാൻ പാടില്ല. അത് ഒഴിവാക്കി വേറെ സ്ഥലത്ത് പോയിട്ട് വേണം അത് ചെയ്യാൻ. പ്രത്യേകമാണ് അറവിന്റെ കാര്യം പറഞ്ഞത്. ഈ ബാബിൽ ഈ ഹദീസിൽ പ്രത്യേകം പറഞ്ഞത് അറവിന്റെ കാര്യമാണ്. ഒരു ഇബാദത്തും പാടില്ല എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. അറവ് പ്രത്യേകിച്ചും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇനി ഈ ബാബിന്റെ ഇമാം സഅദി റഹിമഹുള്ളയുടെ വിശദീകരണം കൂടി നമുക്ക് വായിക്കാം. ബാബു ലാ യുദ്ബഹു ലില്ലാഹി ബിമകാനിൻ യുദ്ബഹു ഫീഹി ലിഗൈരില്ലാഹ് മാ അഹ്സന ഇത്തിബാഅ ഹാദൽ ബാബ് ബിൽ ബാബിൽ ലദീ ഖബ്ലഹു. ഇമാം സഅദി റഹിമഹുള്ള പറയാണ്, കഴിഞ്ഞ ബാബിനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബാബ് എന്തായിരുന്നു? അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർക്ക് അറുക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് ഏറ്റവും നല്ല രീതിയിലാണ് ഈ ബാബിനെ കൊടുത്തിട്ടുള്ളത്. ഫല്ലദീ ഖബ്ലഹു മിനൽ മഖാസിദ് വഹാദാ മിനൽ വസാഇൽ. ഇതിനു മുമ്പുള്ള ബാബ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തെ പറ്റിയിട്ടായിരുന്നു, അറക്കുന്നതിനെ പറ്റിയിട്ടായിരുന്നു, ഷിർക്കുൻ അക്ബറിനെ പറ്റിയിട്ടായിരുന്നു. വഹാദാ മിനൽ വസായിൽ, ഇത് അതിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് വഴിയൊരുക്കുന്ന ഒരു കാര്യത്തെ, അതിനോക്ക് സാദൃശ്യപ്പെടുന്ന ഒരു കാര്യവുമായി പറ്റിയിട്ടാണ്. ദാക മിൻ ബാബി ഷിർക്കിൽ അക്ബർ. കഴിഞ്ഞ ബാബ് ഷിർക്കുൻ അക്ബറിന്റെ ബാബിലാണ് പറഞ്ഞത്. വഹാദാ മിൻ വസായിൽ ഷിർക്കിൽ ഖരീബ. ഷിർക്കിലേക്ക് എത്തിക്കുന്ന മാർഗത്തിന്റെ വിഷയത്തിലാണ് ഈ കാര്യം, അല്ലെങ്കിൽ ഷിർക്കിനോട് സാദൃശ്യപ്പെടുന്ന ഒരു കാര്യത്തിനോടാണ് ഈ ബാബ് പറയുന്നത്. ഫൈനൽ മക്കാനല്ലദീ യദ്ബഹു ഫീഹിൽ മുശ്രികൂന ലിആലിഹതിഹിം യുദ്ബഹു ഫീഹിൽ മുശ്രികൂന ലിആലിഹതിഹിം തഖറബൻ ഇലൈഹാ വശിർകൻ ബില്ലാഹ് ഖദ് സാറ മശ്അറൻ മിൻ മശാഇരി ഷിർക്ക്. ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ മുശ്രിക്കീങ്ങൾ അവർ അവരുടെ ഇലാഹുകൾക്ക് വേണ്ടി അറവ് നടത്തുന്ന ഒരു സ്ഥലമാണെങ്കിൽ ആ സ്ഥലം എന്തായിട്ടാണ് അറിയപ്പെടുക? മുശ്രിക്കീങ്ങളുടെ ഒരു അടയാളമായിട്ട് അറിയപ്പെട്ടിട്ടുണ്ടാവും. ഫഇദാ ദബഹ ഫീഹിൽ മുസ്ലിമു ദബീഹതൻ വലൗ ഖസദഹാ ലില്ലാഹ് ഫഖദ് തശബ്ബഹ ബിൽ മുശ്രിക്കീന വശാറകഹും ഫീ മശ്അരിഹിം. അവിടെ പോയൊരു മുസ്ലിം അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ച് ആ ഇബാദത്ത് നിർവഹിച്ചാലും ബാഹ്യമായിട്ട് അത് മുശ്രിക്കീങ്ങളുടെ ഒരു തശബ്ബുഹ് വരുന്ന അവസ്ഥയുണ്ടാകും. വൽ മുവാഫഖത്തു ളാഹിറത ദുഉ ഇലൽ മുവാഫഖത്തിൽ ബാത്തിനതി വൽ മൈൽ ഇലൈഹിം. ബാഹ്യമായിട്ട് അവരോടൊരു സാമീപ്യം യോജിക്കുക എന്നുള്ളത് അവരുടെ ആന്തരികമായിട്ടുള്ള ഒരുമിപ്പിക്കലിലേക്കും അതിലേക്ക് ചെരിയാനുമുള്ള സാധ്യത ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അത് വിരോധിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയാണ് വമിൻ ഹാദ സബബ്. ഈ കാരണം കൊണ്ട് തന്നെ, ഇത് മാത്രമല്ല, ഈ കാരണം കൊണ്ട് തന്നെ നഹശാരിഉ അൻ മുശാബഹത്തിൽ കുഫാരി ഫി ശിആരിഹിം വഅയാദിഹിം വഹൈആതിഹിം വലിബാസിഹിം വജമീഇ മാ യുഖ്തസ്സു ബിഹിം ഇബ്ആദൻ ലിൽ മുസ്ലിമീൻ. ഈ കാരണം കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചിട്ടുണ്ട് കുഫാറുകളോട് സാദൃശ്യപ്പെടൽ. അവരുടെ അടയാളങ്ങളിൽ, അവരുടെ പ്രത്യേകമായിട്ടുള്ള അടയാളങ്ങളിൽ മുസ്ലിമുകൾ സാദൃശ്യപ്പെടാൻ പാടില്ല. അയാദുകൾ, അവരുടെ ആഘോഷങ്ങളോട് മുസ്ലിമുകൾ സാദൃശ്യപ്പെടാൻ പാടില്ല. അവരുടെ പ്രത്യേകമായിട്ടുള്ള കോലങ്ങളോട് മുസ്ലിങ്ങൾ സാദൃശ്യപ്പെടാൻ പാടില്ല. അവരുടെ വേഷങ്ങളോട് മുസ്ലിങ്ങൾ സാദൃശ്യപ്പെടാൻ പാടില്ല. മുശ്രികീങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം മുസ്ലിമീങ്ങൾ അകന്നു നിൽക്കണം. അനിൽ മുവാഫഖതി ലഹും ഫി ളാഹിർ അല്ലതി ഹിയ വസീലത്തുൻ ഖരീബത്തുൻ ലിൽ മൈലി വറുകൂൻ ഇലൈഹിം. കാരണം എന്താണ്? ബാഹ്യമായിട്ട് അവരോട് ഈ നിലക്ക് യോജിക്കുക എന്നുള്ളത് ആന്തരികമായി അവരിലേക്ക് ചായാനും അവരിലേക്ക് ഒരു അടുപ്പമുണ്ടാകാനും കാരണമുണ്ടാകും. അതുകൊണ്ട് ബാഹ്യമായി തന്നെ അവരോട് വ്യത്യസ്തപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഹത്ത, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നഹു നഹാ അനിസ് സ്വലാത്തിൻ നാഫില ഫി ഔഖാത്തിൻ നഹി. നിസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങളുണ്ട്. നിസ്കാരം വിരോധിക്കപ്പെട്ട ചില സമയങ്ങളുണ്ട്. ഫജ്റിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ, അതുപോലെ ഉച്ചക്ക് നേരെ സൂര്യൻ നേരെ മുകളിലാകുന്നത്, അസറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്ന ആ സമയങ്ങൾ. ആ സമയത്ത് വിരോധിക്കാനുള്ള കാരണം അല്ലതി യസ്ജുദുൽ മുശ്രികൂന ഫീഹാ ലിഗൈരില്ലാഹി ഖൗഫൻ മിനത് തശബ്ബുഹിൽ മഹ്ദൂർ. ആ സമയം മുശ്രിക്കീങ്ങൾ അവരുടെ ഇലാഹുകൾ, പ്രത്യേകിച്ച് സൂര്യനെയൊക്കെ ആരാധിക്കുന്നവർ അവരുടെ ഇലാഹുകളെ സ്തുതിക്കുന്ന, സുജൂദ് ചെയ്യുന്ന സമയമാണെന്ത്?
ഈ സമയങ്ങൾ, രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം, ഉച്ചയ്ക്ക് സൂര്യൻ നേരെ മുകളിലാവുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന സമയം, ഇതിലൊക്കെ മുശ്രിക്കീങ്ങൾ അവരുടെ ഇലാഹുകളെ സുജൂദ് ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് ഒരു മുസ്ലിം അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്താൽ അത് അങ്ങനെയാണെന്ന് തോന്നിപ്പോക പോലും ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് ആ സമയത്ത് എന്ത് വിരോധിച്ചിട്ടുള്ളത്? നിസ്കാരം വിരോധിച്ചിട്ടുള്ളത് എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാം. എത്രത്തോളാണ് ആ തൗഹീദിനെ സംരക്ഷിച്ചിട്ടുള്ളത് നോക്കി നോക്കി. എത്രത്തോളമാണ് കുഫാറുകളോട് ഒരു തരത്തിലും സാദൃശ്യം ഉണ്ടാവരുതെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. എത്രത്തോളമാണ് ദീനിൽ വലാവും ബറാവും പഠിപ്പിച്ചിട്ടുള്ളത്. തൗഹീദിന്റെ അടിസ്ഥാനമാണത്. ഇന്ന് മുസ്ലിമീങ്ങൾക്ക് ഇത്രത്തോളം നിന്ദ്യമായ അവസ്ഥ വരാനുള്ള പ്രധാന കാരണം അവർക്ക് വലാവും ബറാവും എന്താണെന്ന് അറിയാതെ പോയി എന്നുള്ളതാണ്. അവർ കുഫാറുകളോട് മത്സരിച്ചു. അവരെന്ത് കാണിച്ചോ അതിനോട് സാദൃശ്യപ്പെടാൻ മത്സരിച്ചു. അവരോടൊപ്പം കൂടി മുസ്ലിമീങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഇന്ത്യയുടെ ബാഹ്യമായിട്ട് അടിസ്ഥാന കാരണം അതാണ്. അതുകൊണ്ട് ദീനിൽ അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട്, നിങ്ങൾ ആലോചിച്ച് നോക്കിയത്, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നതാണ്, അള്ളാഹ്ക്ക് വേണ്ടി സുജൂദ് ചെയ്യാണ്. പക്ഷെ ആ സമയത്ത് അവർ ചെയ്യുന്നത് കൊണ്ട് ഇനി മുസ്ലിമീങ്ങൾ ചെയ്തിട്ട് അവരോട് സാദൃശ്യപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് പറയുന്നത്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് അറിവ് നടത്തുന്നത്. അതും അവർ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നിങ്ങൾ ആളുകളുടെ മുമ്പിൽ അത് പ്രകടാവണം. ചില ആളുകൾ പറയും അത് പ്രകടാവണം. നമ്മൾ കുഫാറുകളോട് നമ്മൾ സാദൃശ്യപ്പെടുന്നില്ല, നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് ബാഹ്യമായി പ്രകടാവണം. അതിനാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ. അപ്പോ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ബാബ് മുശ്രിക്കീങ്ങൾ അറിവ് നടത്തുന്ന, ആഘോഷങ്ങൾ നടത്തുന്ന, അവരെ ഇബാദത്തുകൾ നടത്തുന്ന സ്ഥലങ്ങളിൽ മുസ്ലിമീങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇനി ഈ ഒരു ബാബിൽ ആർക്കെങ്കിലും സംശയം വന്നിട്ടുണ്ടോ അറിയില്ല, വരാനുള്ള ഒരു സാധ്യത, ഉമർ റളിയല്ലാഹു അൻഹു മറ്റ് ബൈത്തുൽ മഖ്ദിസ് വിജയിച്ചെടുത്ത അതല്ല വേറൊരു യാത്രയിലും മറ്റോ ഒരു നസാറാക്കളുടെ കനീസയിൽ വെച്ച് നിസ്കരിച്ച ഒരു സംഭവമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച ഒരു സംഭവം. അപ്പോ ഇബ്നു ബാസ് റഹിമഹുല്ലാ ഈ ബാബിൽ തന്നെ അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, യഥാർത്ഥത്തിൽ ആ പുറകാലത്തുള്ള പണ്ടുകാലത്തുള്ള ജൂതന്മാരുടെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നസാറാക്കളുടെ എല്ലാം നിർമ്മിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനം തൗഹീദിന്റെ മേലെയായിരുന്നു. പിന്നെ ആളുകൾ അതവിടെ ഷിർക്ക്, പിന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിലൊക്കെ ഷിർക്ക് കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ അതൊരു ലറൂറത്തിന്റെ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തതാണ്. നിസ്കാരത്തിന് സമയമായപ്പോൾ അവിടെയാണ് ഉണ്ടായിരുന്നത്, വേറെ ഇത് കിട്ടാത്തതുകൊണ്ട് ആ സമയത്ത് ചെയ്തതാണ് എന്ന നിലയ്ക്ക് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അല്ലെങ്കിൽ ചില ആളുകൾക്ക് ആ വിഷയം തോന്നും, അതുകൊണ്ട് പറഞ്ഞതാണ്. അടിസ്ഥാനപരമായിട്ട് മുശ്രിക്കീങ്ങളുടെ ആഘോഷം നടക്കുന്ന സ്ഥലങ്ങളിലോ അവരുടെ ഇബാദത്തുകൾ നടക്കുന്ന സ്ഥലങ്ങളിലോ ഒരു ഇബാദത്തുകളും മുസ്ലിമീങ്ങൾ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന് വേണ്ടിയാണെങ്കിലും പ്രത്യേകിച്ച് അറിവ് പോലെയുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.